എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1533 ദിവസം. ഇന്നത്തെ മലയാളം പ്രോഗ്രാമിൽ ഒരു ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അനിത സോമനാണ്. അനിത സോമൻ ഡോക്ടർ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനിത സോമൻ ഡോക്ടറെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അനിത സോമൻ ഡോക്ടർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. റൂബ്രിക്കുകൾ സെലക്ട് ചെയ്യുന്നതിൽ ഇതുപോലെ മിടുക്കുള്ള ഡോക്ടേഴ്സ് വളരെ ചുരുക്കമായിരിക്കും. ഏത് നമ്മള് പേഷ്യൻസ് അടുത്ത് വന്നാലും നമ്മൾ സിംറ്റംസ് പറഞ്ഞു കൊടുത്താൽ ഡോക്ടർ എത്ര വേഗത്തിലാണ് റൂബ്രിക്കുകൾ വെച്ച് സെലക്ട് ചെയ്ത് നമുക്ക് മെഡിസിൻ പെട്ടെന്ന് പറഞ്ഞു തരുന്നത്. വളരെ വേഗത്തിലാണ് ഡോക്ടർ ഈ സെലക്ഷൻ, റൂബ്രിക് സെലക്ഷൻ വളരെ പ്രധാനമാണ്. അത് വളരെ വേഗത്തിൽ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. നല്ലതുപോലെ എനിക്കത് അറിയാം. എന്തായാലും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ അനിത സോമൻ ഡോക്ടറെ ക്ഷണിക്കുന്നു. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ല അല്ലേ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ഓക്കെ. നമസ്കാരം എല്ലാവർക്കും. ആദ്യം തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിലെ വിജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവൽ ഹനിമാൻ അദ്ദേഹത്തെ ഞാൻ അമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ രീതിയിൽ നയിച്ച എൻ്റെ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയക്കറയും നമിക്കുന്നു. ഇന്ന് ഞാൻ 2 കേസ് പറയാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിൻ്റെ മെഡിസിൻ കണ്ടുപിടിച്ചതും ആ മെഡിസിനെ പറ്റി കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു 37 വയസ്സുള്ള ഫീമെയിലാണ്. അവര് ആട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആയിട്ടാണ് വന്നത്. അപ്പൊ ആട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത് തുടങ്ങിയിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച്. അപ്പൊ തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 6-7 വർഷമായെന്ന് പറഞ്ഞ്. അപ്പൊ ആദ്യം എങ്ങനെയാ നിങ്ങൾ ഇത് അറിഞ്ഞത് ഇതാണെന്നുള്ള, നിങ്ങൾക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഇവർക്ക് ഭയങ്കര മലബന്ധമായിട്ട് ആണ് തുടങ്ങിയത് ആദ്യം. അതോടൊപ്പം ഭയങ്കര ക്ഷീണം, മുടി കൊഴിച്ചില്, ക്ഷീണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്ഷീണം, സ്ലോ ആയി, എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ലോ ആയി. അപ്പൊ ആ കണ്ടീഷനില് അവര് അലോപ്പതി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴാണ് തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. തൈറോയ്ഡ് ചെക്ക് ചെയ്തപ്പോ അന്ന് TSH എത്ര 200-300 ഉണ്ടായിരുന്നു. അങ്ങനെ അവര് തൈറോനോം ആണെന്ന് തോന്നി, ഏത് മെഡിസിനാന്ന് പറഞ്ഞൂടാ, അത് 200 mg കൊടുത്തു. പക്ഷെ അത് കൊടുത്തിട്ടും അവർക്ക് ഇത് കുറച്ച് സിംറ്റംസ്, കുറച്ച് ക്ഷീണമൊക്കെ വിട്ടുമാറി. പക്ഷെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം, ഇനാക്ടിവിറ്റി ഓഫ് റെക്ടം അവർക്ക് മാറുന്നേ ഇല്ല. അത് നിൽക്കുന്ന. അതോടൊപ്പം പിന്നെ വീണ്ടും ക്ഷീണമായി. പക്ഷെ TSH ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് കുറയുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇത് മൊത്തം anti-TPOടെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് വരുന്നത് 3/1/22 2022 വരുന്നത്. അപ്പൊ അവര് 14/12/21 ഞാൻ അവരുടെ വാട്സപ്പില് ചെക്ക് ചെയ്യേണ്ടത് എഴുതി അയച്ചു കൊടുത്തു. അപ്പൊ anti-TPOയും ചെക്ക് ചെയ്യാൻ പറഞ്ഞു, T3 T4 TSH ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവർ anti-TPO ചെക്ക് ചെയ്തപ്പോ 189 IU/ml ആയിരുന്നു, ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml ആയിരുന്നു. നോർമലി ആണെങ്കിൽ അത് ബിലോ 40 ആയിരിക്കണം, അല്ലെങ്കിൽ 34, ഐഡിയലി 34 ബിലോ ആയിരിക്കണം. ഇവർക്ക് 189 ഉണ്ടായിരുന്നു. T3 ആണെങ്കിൽ 76.32 ആയിരുന്നു. പക്ഷെ ഐഡിയലി വേണ്ടത് നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 80 to 180 ആണ്. അതുപോലെ T4 ആണെങ്കിൽ 4.4 ഉണ്ടായിരുന്നു വേണ്ടത്. അത് ഐഡിയലി വേണ്ടത് 5 to 12 ആണ്. അപ്പൊ എല്ലാം ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സിംറ്റംസ് ആണ്. ആസ് വെൽ ആസ് TSH നോക്കിയപ്പോൾ 8.98 ആണ്.
0.4 to 5 ആണ് വേണ്ടത് നോർമലി. അപ്പൊ ഇത്രയും ആന്റി ടി പി ഒ വളരെ കൂടി നിൽക്കുന്നത്. ഇറ്റ് ഈസ് ആന്റി ടി പി ഒ കൂടുതലാണെങ്കിൽ അവരുടെ ശരീരത്തിൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അവർക്ക് അവരോട് തന്നെ ദേഷ്യം, അവരുടെ ഇമ്മ്യൂണിറ്റി അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് അന്വേഷിച്ചത്. അപ്പൊ അവര് പേഷ്യന്റ് വന്നു, ഭയങ്കര മെലിഞ്ഞ ഒരു പേഷ്യന്റ്, പൊക്കം കുറഞ്ഞ ഒരു പേഷ്യന്റ് ആണ്. ഭയങ്കര ഡള്ളായിട്ടാണ് അവർ വന്നിരുന്നത്. അങ്ങ് സ്ലോ ആയിട്ട് പതുക്കെ നടന്നു വന്നിരുന്നു. അവരും ഹസ്ബൻഡും 2 കുട്ടികളുണ്ട്, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ ഞാൻ ചോദിച്ചത് അപ്പൊ ഹസ്ബൻഡാണ് പറഞ്ഞു തുടങ്ങി. പുള്ളിക്കാരി ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ചിരിച്ചോണ്ട് ഒരു ചെറിയ മന്ദസ്മിതത്തോടു കൂടി ഇരിക്കുന്നു. പക്ഷെ മുഖത്ത് സാഡ്നെസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പൊ പറഞ്ഞു ഡോക്ടറെ, ഹസ്ബൻഡ് പറഞ്ഞു പുള്ളിക്കാരി ആണ് എപ്പോഴും ഉറക്കം, രാവിലെ എഴുന്നേക്കത്തില്ല, 8 മണിക്കാണ് എഴുന്നേക്കുന്നത്. ഈ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചത്തെ ലഞ്ച് ഉണ്ടാക്കണം. ഇതെല്ലാം ഞാൻ തന്നെയാണ് 4 മണിക്ക് എഴുന്നേറ്റ് ഇതത്രയും ചെയ്ത്. ഇവൾക്ക് 5 മണിയാകുമ്പോ ഞാൻ ഇവളെ വിളിച്ചുണർത്തി ഇവളുടെ തൈറോയിഡിന്റെ ഗുളിക കൊടുക്കും, അത് കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങും. പിന്നെ 8 മണിക്കാണ് എഴുന്നേക്കുന്നത്. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകണം, ഞാൻ കൃഷിപ്പണിക്കാരനാണ്. അപ്പൊ അത് കൃഷിപ്പണിക്ക് പോകണം. ഇതാണെങ്കിൽ അവള് ഒരു വിധത്തിൽ എഴുന്നേക്കും. പിന്നെ ഇവളെ എഴുന്നേപ്പിച്ച് എഴുന്നേറ്റ് പല്ലൊക്കെ എങ്ങനെയെങ്കിലും തേപ്പിച്ച്, മലം പോവില്ല. ഒരാഴ്ചയിൽ ഒരിക്കൽ എനിമ കൊടുത്തിട്ടാണ് മലം പോകുന്നത്, അല്ലാതെ മലം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എഴുന്നേറ്റിട്ട് ഭയങ്കര വിശപ്പാണ് ഡോക്ടർ, ഒരു തരത്തിലും പറ്റുന്നില്ല. ശരീരം കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്നു, പക്ഷെ വിശപ്പാണെങ്കിൽ സഹിക്കാനേ ഒക്കുന്നില്ല. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് വിശപ്പ് ഉണ്ടോന്ന് അറിഞ്ഞൂടെ, എനിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഭയങ്കരമായിട്ട് ബ്ലോട്ടഡ് ആവും, ഭയങ്കരമായിട്ട് പെരുകി അങ്ങ് കൂടും. അത് കഴിയുമ്പോ പിന്നെ വയറ് കാളിച്ചയാവും, പിന്നെ എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും. ഇതാണ് എന്റെ ഇതെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ഡ്രൈ സ്കിന്നാണ് പുള്ളിക്കാരുടെ. സ്കിന്നൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അത് ഹൈപ്പോതൈറോയിഡിസത്തിന് കൂടുതലുണ്ടെങ്കിൽ ഈ ഡ്രൈ സ്കിന്നായിരിക്കും. ഞാൻ ചോദിച്ചേ എന്താണ് ഈ ബുദ്ധിമുട്ടായിട്ട് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഈ വയറിന്റെ ബുദ്ധിമുട്ടാണ്, ആഹാരം കഴിച്ചാൽ എനിക്കൊന്ന് വയറ് പെരുകുന്നു ഡോക്ടറെ, അതാണ് എന്റെ ബുദ്ധിമുട്ട്. പിന്നെ ഈ മലവും പോകുന്നില്ല, പിന്നെ ക്ഷീണം എപ്പോഴും ഉറങ്ങണം, എനിക്ക് അത് മാത്രമേ ചിന്തയുള്ളൂ. എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച പിന്നെ ഈ പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി താൻ ചെയ്യുമോ എന്ന് ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു പുള്ളിക്കാരുടെ കാര്യങ്ങൾ ഞാൻ 8 മണിക്ക് എഴുന്നേറ്റ് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പോകും. പിന്നെ ഉച്ചത്തെ അവര് കഴിക്കുന്നോ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ കഴിക്കുന്നില്ലേ എന്ന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരേ എത്തത്തുള്ളൂ. ഞാൻ എന്റെ ചാപ്പാടും കൊണ്ട് പോകും. അപ്പൊ വീട്ടിൽ ഞാൻ എപ്പോഴും അവളുടെ അടുത്തിരുന്ന് തടവി കൊടുക്കണമെന്നാണ് അവളുടെ ഒരാഗ്രഹം. അത് എനിക്ക് സമയമുണ്ടോ ഡോക്ടറെ, ഇപ്പൊ ഈ കുട്ടികളെ വളർത്തണ്ടേ, ഞാൻ ജോലിക്ക് പോയെങ്കിലല്ലേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഈ പുള്ളിക്കാരി ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ആട്ടോ ഇമ്മ്യൂൺ റൂബ്രിക്ക് കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു പുള്ളിക്കാരി എങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുവോ. അയ്യോ ഡോക്ടറെ ഒന്നും അറിഞ്ഞൂടാ തീരുമാനം എടുക്കുക. ഏത് കാര്യത്തിനും എൻ്റെ അടുത്ത് ചോദിക്കും. ഒരു ഇതെടുക്കണമെങ്കിൽ പോലും എൻ്റെ അടുത്ത് ചോദിക്കും, ഇത്ര വെള്ളം എടുത്താൽ മതിയോ, ഇത്ര ചോറ് എടുത്താൽ മതി, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാനാ ഡോക്ടറെ, ഒരു തരത്തിലും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പൊ ഞാൻ എടുത്ത റൂബ്രിക് എന്ന് പറയുന്നത് ഡെലൂഷൻ, അവരുടെ പെർസെപ്ഷൻ ആണ്. ഡെലൂഷൻ ഹെഡ് ബിലോങ്സ് ടു അനദർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫീലിംഗ് ആണ്. എനിക്ക് സ്വന്തം തലയില്ല, എന്റെ തല ഹസ്ബൻഡിന്റെ തലയാണ് എന്റെ തല എന്നുള്ളതാണ് ചിന്ത. അപ്പൊ ഹെഡ് ബിലോങ്സ് ടു അനദർ എടുത്തു. പിന്നെ ഹങ്കർ അഗ്രേഷൻ, അത് ഹസ്ബൻഡാ പറഞ്ഞത്, പുള്ളിക്കാരി അതല്ല പറഞ്ഞ, പുള്ളിക്കാരിക്ക് വയറുവേദന എന്നാ പറഞ്ഞത്. ഞാൻ ജനറാലിറ്റിയിൽ ഹങ്കർ അഗ്രവേഷൻ എടുത്തു. അബ്ഡമൻ ഈറ്റിംഗ് ആഫ്റ്റർ അഗ്രവേഷൻ, പുള്ളിക്കാരി പറഞ്ഞ ഒരേ ഒരു സിംറ്റമാണ് ഈറ്റിംഗ് ആഫ്റ്റർ അഗ്രവേഷൻ. പിന്നെ സ്ലീപ്ലെസ്നെസ് ഒക്കെ ഈ ഹൈപ്പോതൈറോയിഡിസത്തിന് ഉള്ള സിംറ്റമാണ്, അതെടുക്കാൻ പോലും. പിന്നെ ഇനാക്ടിവിറ്റി ഓഫ് റെക്ടം വേണമെങ്കിൽ എടുക്കാം, അത്രയ്ക്ക് ഭയങ്കര പാടെന്നാ പറഞ്ഞത്. അപ്പൊ ഇനാക്ടിവിറ്റി ഓഫ് റെക്ടം എടുത്ത് ഈ 4 റൂബ്രിക്കാണ് ഞാൻ എടുത്തത്. വന്ന റെമഡീസ് 2 റെമഡീസ് ആണ് വന്നത്. അലൂമിന ഫസ്റ്റ് വന്ന റെമഡി അലൂമിന,
സെക്കൻഡ് റെമഡി നാട്രമോറാണ്. ഈ പേഷ്യന്റ് വന്നിരുന്നപ്പോഴ് ഞാൻ AC ഇട്ടിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഡോക്ടറെ എനിക്ക് തണുപ്പ് പറ്റത്തില്ല കേട്ടോ ഡോക്ടറെ എന്ന് പറഞ്ഞു. കുളിക്കത്തേ ഇല്ലെന്ന് പറഞ്ഞ്, ആഴ്ചയിൽ ഒരിക്കലാണ് കുളിക്കുന്നത്. എനിക്ക് തണുപ്പ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു AC ഓഫ് ചെയ്യാം. AC അങ്ങ് ഓഫ് ചെയ്ത്, ഫാൻ ഇടുന്നോണ്ട് കുഴപ്പമില്ല, അല്ല ഞാൻ ഇനി അറ്റത്തിരിക്കുന്നോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചില്ലി പേഷ്യന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വെള്ളം കുടിക്കുമെന്ന് ഞാൻ ഹസ്ബൻഡ് അടുത്ത് വെച്ചു. ഒരു തരത്തിലും വെള്ളം കുടിക്കൂല ഡോക്ടറെ, ഞാൻ വീട്ടിലുള്ളപ്പോഴേ വെള്ളം കുടിപ്പിക്കാൻ എന്ത് പാടുപെടുന്നത്, അതുകൊണ്ടാണ് ഈ മലം പോവാത്തതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിന് വെള്ളം കുടിക്കത്തില്ല. അപ്പൊ പൊതുവെ ഒരു ഡ്രൈനെസ് ആണ് പുള്ളിക്കാരിക്ക് ഉള്ളത്. ഒന്നും വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നു. അവ വിയർക്കുന്ന കൂട്ടത്തിലല്ല, വിയർക്കത്തും ഇല്ല, ഇങ്ങനത്തെ ഒരു നേച്ചറാണ്. അപ്പൊ ഞാൻ അലൂമിന 200 2 ഡോസ് കൊടുത്ത്, ഒരു ഡോസ് അപ്പൊ തന്നെ ഞാൻ നാക്കിൽ ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഒരു ഡോസ് അയാളുടെ കയ്യിലാണ് കൊടുത്തത്. കാരണം ഈ പുള്ളിക്കാരിയെ ഒട്ടും വിശ്വസിക്കാവില്ല. അപ്പൊ പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു പൗഡറിൽ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്ത് നാളെ രാവിലെ വെറും വയറ്റിൽ കൊടുക്കാൻ പറഞ്ഞു. മറ്റേ മരുന്ന് കൊടുക്കുന്ന ഞാൻ പറഞ്ഞു അതിന് തൊട്ട് മുന്നേ ഒന്ന് കൊടുക്ക്, 10 മിനിറ്റ് മുന്നെങ്കിലും കൊടുത്തിട്ട് പിന്നെ തൈറോയിനോ കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം അത് വർഷങ്ങളായിട്ട് 8 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കില്ല, ബോഡി ഉടനെ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് അതിനെ പതുക്കെ ടേപ്പർ ചെയ്ത് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. ബോഡി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മരുന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് PL കൊടുത്തു. ഞാൻ പിൽസ് സക്കാരം മെഡിക്കേറ്റ് ചെയ്ത് 4 വീതം 2 തരും. പിന്നെ BT രാവിലെ ഓരോ ഗുളിക മറ്റേതിന്റെ കൂടെ തന്നെ കഴിക്കാൻ പറഞ്ഞു. empty stomachലാണ് അവര് കൊടുക്കുന്ന. അപ്പൊ അതുപോലെ empty stomachൽ കഴിക്കാനും പറഞ്ഞു. വിട്ടു. 3/1/22 ഞാൻ കൊടുക്കുന്നത്. 27/2/22 പുള്ളിക്കാരൻ മാത്രമേ വന്നുള്ളൂ, ഹസ്ബൻഡ് മാത്രം വന്നിട്ട് പറഞ്ഞു, കുറച്ച് വ്യത്യാസം ഉള്ള പോലെ തോന്നുന്നു ഡോക്ടറെ, എന്നാലും ഉറക്കം എഴുന്നേക്കുന്ന ഏകദേശം ഒരു 7 മണിക്കൊക്കെ എഴുന്നേക്കും. ഇപ്പൊ ഇച്ചിരി നേരത്തെ എഴുന്നേക്കും. പിന്നെ വിശപ്പിന് ഒത്തിരി കുറവുണ്ട്. മറ്റാണെങ്കിൽ ഒരു തരത്തിലും പറ്റില്ലായിരുന്നു. ഇപ്പൊ വിശപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ വയറിന്റെ വേദന കഴിച്ചു കഴിഞ്ഞാലുള്ള ബ്ലോട്ടിങ്ങും അതും കംപ്ലൈന്റ് ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും ചേഞ്ചസേ വന്നുള്ളൂ. പിന്നെ മലബന്ധം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു, അത് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ മരുന്ന് കൊടുക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്ത് അലൂമിന 200 ഒരു ഡോസ് കൂടെ കൊടുത്തു, എനിക്ക് എന്റെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. എന്നിട്ട് ഞാൻ PLും BTയും തന്നെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 5/7/22 എൻ്റെ അടുത്ത് വരുന്നത്. 5/7/22 ഏതാണ് 24/4/22 ശേഷം 5/7/22 വരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്നതിന് മുമ്പേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരണം, അല്ലാതെ എനിക്ക് അറിയണം എന്നിങ്ങനെയുണ്ട്. 6 മാസമായി. അപ്പൊ അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന്. അപ്പൊ അവര് 30/6/22 ചെക്ക് ചെയ്തപ്പോ TSH 4.55 ആയി, 5 താഴെയായി. TSH നോർമലായി. ഈ anti-TPO തൈറോ പെർ ഓക്സിഡേസ് ലെവൽ എന്ന് പറഞ്ഞാൽ 71.8 ആയി. നേരത്തെ 189 ആയിരുന്നു, അത് 71 ആയി. പിന്നെ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കി 90 ആണ്. ടോട്ടൽ കൊളസ്ട്രോൾ 227, ട്രൈഗ്ലിസറൈഡ് 355, HDL 46, LDL 110, HB 10.7. നേരത്തെ ആദ്യം വരുമ്പോൾ HB ചെക്ക് ചെയ്തുകൊണ്ട് വന്നായിരുന്നു, 8.7 ആയിരുന്നു, 8.3 ആയിരുന്നു. അതിപ്പോ 10.7 ആയി 6 മാസം കഴിഞ്ഞപ്പോൾ. അപ്പൊ മാറ്റമുണ്ട്. നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുത്താൽ നമുക്ക് ഈ ലാബ് റിപ്പോർട്ടിൽ പോലും നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും ആ പേഷ്യന്റെ മാറ്റം. അപ്പൊ ഈ മാറ്റം കാരണം ആട്ടോ ഇമ്യൂൺ ഡിസീസ്, ടോട്ടലി സിഫിലിറ്റിക് ആയിരുന്ന ഡിസീസ് ഇപ്പൊ സൈക്കോട്ടിക്കിലോട്ട് വന്നു. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ഒക്കെ കൂടി നിൽക്കുന്നത്. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുന്നതിന് സൈക്കോസിസ്, ഹൈപ്പർ സൈക്കോസിസിലോട്ട് വന്നു. അപ്പൊ ആട്ടോ ഇമ്യൂൺ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം TSH നോർമലി വന്ന് പെറോക്സിഡൈസ് മറ്റേ anti-TPO 71 ആയി. നല്ലൊരു മാറ്റമാണ് ഞാൻ കണ്ടത്. അപ്പൊ അവരും കൂടെ വന്നായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് ഈ വയറിന്റെ പ്രോബ്ലം ഒന്നുമില്ല ഡോക്ടറെ, വിശപ്പ് കുറച്ച് കുറവുണ്ട്, മലബന്ധം മാത്രം 2 ദിവസത്തിൽ ഒരിക്കൽ എന്തായാലും പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നല്ല മാറ്റം ഉണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞു. നല്ല മാറ്റം ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ ഇനിയും നിങ്ങൾ മറ്റേത് അലോപ്പതി അങ്ങ് നിർത്തിയേരെ എന്ന് പറഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഹോമിയോ പിടിച്ചു കഴിഞ്ഞു, ഇനി അലോപ്പതി നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അലോപ്പതി നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് 25/8/22 വയറിന്റെ പ്രശ്നം വീണ്ടും വന്നു. എന്തോ ഫുഡ് വെളിയിൽ നിന്നാറ്റോ എന്തോ കഴിച്ചു, അങ്ങനെ പ്രശ്നം വന്ന്. അപ്പൊ ഞാൻ PLA തന്നെ കൊടുത്ത് അത് അരമണിക്കൂർ ഇടപെട്ട് 4 വീതം കഴിക്കാൻ പറഞ്ഞു, വിട്ടു. അത് കഴിഞ്ഞ് 24/12/22 വരുമ്പോഴേ ഞാൻ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരണം, 6 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് T3 155.37 നോർമലായി, T4 6.72 നോർമലായി, TSH 4.25 നോർമലായി, ആന്റി TPO 40 ആയി. അപ്പൊ എന്തായാലും നമ്മുടെ മരുന്ന് ഈ വെറും 3 ഡോസ് അലൂമിന 200 ഞാൻ കൊടുത്തതേ ഉള്ളു. എന്തായാലും ആ കേസ് സക്സസ് ആയി. പിന്നെ ആ പേഷ്യന്റ് വന്നിട്ടില്ല. എന്തായാലും ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് മെഡിസിന്റെ ആവശ്യമില്ല, കാരണം ഇപ്പൊ നോർമലായിട്ട് നിൽക്കുകയാണ്. പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഞാൻ മെഡിസിനും കൊടുത്തിട്ടില്ല, 6 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അവർ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ ആ കേസ് നമുക്ക് സക്സസ് ആയി, ക്യൂർ ചെയ്യാൻ സാധിച്ചു. ഒരു ആട്ടോ ഇമ്മ്യൂൺ കേസ്. അതാണ് നമ്മുടെ ഹോമിയോപ്പതിയുടെ സക്സസ് എന്ന് പറയുന്നത്. അത് ആ കറക്റ്റ് റെമഡി കിട്ടിയാലും നമ്മൾ എടുക്കുന്ന റൂബ്രിക്കും കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അത് എന്തോ ദൈവഭാഗ്യം, ഗുരുവിന്റെ ഭാഗ്യം, ഞാൻ അത്രേ പറയുള്ളൂ. എന്റേതാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ അലൂമിനിയെ പറ്റി ഞാൻ പറയാം. അലൂമിനിയം എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ്. കാരണം അലൂമിനിയം ഓക്സൈഡ് ആണ് അലൂമിന എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അലൂമിന എന്ന് പറയുന്ന പ്യുവർ സിറാമിക് മെറ്റീരിയൽ ആണ്. ഒരു സിറാമിക് മെറ്റീരിയൽ, വൈറ്റ് ഓർഡർലെസ് ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ടാണ് ഇരിക്കുന്ന, ഇൻസോലിബിൾ ഇൻ വാട്ടർ ആണ്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. എവിടെ ആയാലും സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിൻ, മ്യൂക്കസ് മെംബ്രെയിൻ ഐസിന്റെ മ്യൂക്കസ് മെംബ്രെയിൻ, ത്രോട്ട്, റെക്ടം, ഇതെല്ലാം മ്യൂക്കസ് മെംബ്രെയിൻ ഡ്രൈ ആയിരിക്കും, ഫുള്ളി ഡ്രൈ ആയിരിക്കും. ഇറ്റ് അഫക്ട്സ് cerebrospinal axis, causes incoordination and causes paralytic muscular state ആണ്. ഇവർക്ക് പരേസിസ് പോലെയാണ്, നടക്കാനൊക്കില്ല, ഇങ്ങനെ സ്ലോയിലാണ് നടക്കുന്നത്. കാരണം ആ സെറിബ്രോസ്പൈനൽ ആക്സിസിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇവര് മൈൻഡ് എടുത്തു കഴിഞ്ഞാല് ഇവർക്ക് ടോട്ടൽ കൺഫ്യൂഷനാണ്. ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ. അത്രയും കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആണ്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആണ് അവരുടെ ഏറ്റവും പ്രധാനം. ആസ് വെൽ ആസ് റിട്ടൻഷൻ, എല്ലാം റീറ്റെയിൻ ചെയ്ത് വെക്കും. മൂത്രം ആയാലും മലം ആയാലും പെർസ്പിറേഷൻ ആയാലും എല്ലാം റീറ്റെയിൻ ചെയ്ത് വെക്കും. എല്ലായിടത്തും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, ഒരിടത്തും ഒരു ഇത് കാണത്തില്ല. ഈവൻ മൈൻഡ് വരെ കോൺസ്റ്റിപ്പേറ്റഡ് ആണ്, മൈൻഡ് വരെ റീറ്റെയിൻ ചെയ്താണ് വെച്ചേക്കുന്നത്. അത്രയും ഇതാണ്. മൈൻഡ് എടുക്കുമ്പോ വേഗ്നെസ്, നോ ക്ലിയർ സിംറ്റംസ് കംസ് ഔട്ട്. അവർ മൈൻഡ് പറഞ്ഞാൽ പോലും അവർക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറയേണ്ടതെന്ന്. പിന്നെ ഹൈപ്പോസൈക്കോസിസ് ആയിട്ടുള്ള ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സ്ലോനെസ് ആണ്, സ്ലോ കോംപ്രിഹെൻഷൻ ആണ്, ഡൾനെസ് ആണ്, ആൻസർ സ്ലോലി ആൻഡ് വേഗ് ആണ്, സ്പീക്ക് മൊണോട്ടോണസും, ഒറ്റ വാക്കിലെ യെസ് ഓർ നോ എന്നേ പറയുള്ളൂ. അതും സ്ലോയിലായിരിക്കും അത് പറയുന്നത്. ഇങ്ങനെ ഇത്രയും സമയം എടുക്കും അവര്. ഡിഫിക്കൽട്ടി ഇൻ എക്സ്പ്രസിങ് ഹിംസെൽഫ് ഓർ ഹിസ് പ്രോബ്ലംസ് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. മൈൻഡ് സീംസ് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടിരിക്കും, മൈൻഡ് പോലും കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഇമാജിനേഷൻ. അവർക്ക് ഒരു ഇമാജിനേഷൻ പോലും അവർ മൈൻഡിൽ തോട്ട് പ്രോസസ് പോലും വരത്തില്ല, അത്ര ഇതാണ്. കനോട്ട് ഡു 2 things at the same time. ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യാനേ അവർക്ക് പറ്റൂല. കാരണം അവരുടെ ചിന്ത വരുന്നില്ല, ആ ഇമാജിനേഷൻ പോലും വരത്തില്ല, അത്രയ്ക്കാണ് അവരുടെ മൈൻഡ് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടിരിക്കുന്നത്. Can have notes to make sure not to forget anything. മറക്കാതിരിക്കാൻ വേണ്ടി അവർ നോട്ട് എഴുതി വെക്കും, ഓർത്ത് കഴിഞ്ഞാൽ ഉടനെ എഴുതി വെക്കും, അല്ലെങ്കിൽ അവർ മറന്നു പോകും. അത്രയ്ക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആണ് അവരുടെ മൈൻഡ്. പിന്നെ അഗ്രിവേഷൻ മോർണിംഗിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അഗ്രിവേഷൻ ഉള്ളത്. പിന്നെ ഇവരുടെ ഫീലിങ്സ് എല്ലാവരും വിത്ത്ഹോൾഡ് ചെയ്യും. ഒള്ളി റിലീസസ് ആങ്കർ ഒള്ളി ടുവേഴ്സ് ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് മാത്രം ദേഷ്യം പ്രകടിപ്പിക്കും, വേറെ ഒന്നുമില്ല. പിന്നെ അവർക്കുള്ള സൈക്കോട്ടിക് സിംറ്റം ഫിയർ ഓഫ് ഇൻസാനിറ്റി. ഞാൻ ഭ്രാന്തിയായി പോവോ അല്ലെങ്കിൽ ഭ്രാന്തനായി പോവോ എന്നുള്ളൊരു പേടിയുണ്ട്.
ആൻഡ് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ഓഫ് ഹെർ ഐഡന്റിറ്റി, ഓൺ ഐഡന്റിറ്റി. പിന്നെ സൈക്കോട്ടിക് സിംറ്റം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് നൈഫ് കണ്ട പേടിയാണ്, ബ്ലഡ് കണ്ട പേടിയാണ്, കോക്രോച്ചിനെ പേടിയാണ്, ഡിസീസ് ഓഫ് ഈവൽ ഡിസീസിനെ പേടിയാണ്, ഈവൽ സ്പിരിറ്റിനെ എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ എല്ലാം പേടിയാണ്. പിന്നെ സിബിലിറ്റിക് സിംറ്റം എന്ന് പറയുന്നത്, ഡിസ്ട്രക്റ്റീവ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ടു കിൽ ഓർ ഹർട്ട് വെൻ സീയിങ് നൈഫ് ഓർ ബ്ലഡ്. ബ്ലഡോ നൈഫോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതെടുത്തും മറ്റുള്ളവരെ കൊല്ലണമെന്ന് തോന്നും, ബിലവഡ് ആയിട്ടുള്ള ആളുകളെ കൊല്ലണമെന്ന് തോന്നും. പിന്നെ അവർക്ക് ഡെസ്പെയർ റിക്കവറി ഓഫ്, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ നിരാശ, ഇനി ഇത് നിന്ന് എനിക്ക് മോചനമില്ല, എനിക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ ഒക്കില്ല എന്നുള്ള ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് അങ്ങ് പോകും. അതാണ് ആ പേഷ്യന്റിൽ കണ്ടത്, ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. ജനറലി എടുത്താൽ ഡ്രൈനെസ്, അഗ്രിവേഷൻ, മോർണിംഗ് ഓൺ, ബേക്കിംഗ് ഓൺ, ഡിസൈർ ഫോർ ഡ്രൈ ഫുഡാണ് ഇഷ്ടം. ഡ്രൈ ആയിട്ടുള്ള എല്ലാവരും ഡ്രൈ ആണ്. ഡ്രൈ ഫുഡ്, ഇൻഡൈജസ്റ്റബിൾ തിങ്സ്, പൊട്ടറ്റോസ് ആൻഡ് സ്റ്റാർച്ചി ഫുഡ്, ഇങ്ങനെയുള്ള ഫുഡും എല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം അവർക്ക്. പിന്നെ വർത്തിക ആണെങ്കിൽ ഓൺ ക്ലോസിംഗ് വൈൽ സ്റ്റാൻഡിങ്, ക്ലോസിംഗ് ഐസ് വൈൽ സ്റ്റാൻഡിങ്, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ റോംബർഗ് സൈൻ നമ്മൾ ചെയ്യിക്കും. അപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് കണ്ണടച്ച് അവരപ്പോഴേ തല കിട്ടുന്നെന്ന് പറയും, അപ്പോഴേ കണ്ണു തുറന്ന് ഇരിക്കും. അത് അവർക്കുണ്ടാവും അലൂമിനയ്ക്ക്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഫോർ മെനി ഡേയ്സ്, ഈവൻ വിത്ത് സോഫ്റ്റ് സ്റ്റൂൾ ആണെങ്കിൽ പോലും കോൺസ്റ്റിപ്പേഷൻ ആണ്, ഭയങ്കര ഇനാക്ടിവിറ്റി ഓഫ് റെക്ടമാണ്. പാസീവ് ആൻഡ് ഡ്രൈ റെക്ടം ആയിരിക്കും. നോ അർജിങ്, ഹാവ് ടു എയ്ഡ് വിത്ത് ഫിംഗേഴ്സ്. ഇവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എനിമ കൊടുത്തുകൊണ്ടാണ് അയാൾ കൊടുത്താണ് മലം പോവിക്കുന്നതായിരുന്നു, അത്രയും കഷ്ടപ്പാടായിരുന്നു. മെൻസസ് സ്കാൻഡി ഒള്ളി ഉണ്ട്, അത് ഞാൻ ചോദിച്ചായിരുന്നു, മെൻസസ് എങ്ങനെയാണെന്ന്. ഡോക്ടറെ വളരെ കുറവാണ്, ഒരു കഷ്ടിച്ച് ഒരു ദിവസം ഇച്ചിരി കാണും, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ മെന്റൽ സിംറ്റംസ് ആൾട്ടർനേറ്റ് വിത്ത് ഫിസിക്കൽ സിംറ്റംസ് ആണ്. അത് ഞാൻ ഒരു കേസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ IFPH തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പോളിസിസ്റ്റെക്ടമി ചെയ്ത ഒരു ലേഡിക്ക് അവർക്ക് മെന്റൽ സിംറ്റം വന്നു. ഫിസിക്കൽ സിംറ്റം മാറിയപ്പോഴത്തേക്കും മെന്റൽ സിംറ്റം വന്നു. അത് അലൂമിനം കൊടുത്ത് കംപ്ലീറ്റ് ക്യൂർ ചെയ്തായിരുന്നു. പിന്നെ എക്സോഷൻ ആഫ്റ്റർ മെൻസസ്. പിന്നെ അവരെ കോഫ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ഡ്രൈ കോഫ്, അഗ്രിവേഷൻ, മോർണിംഗ് ആൻഡ് ടോക്കിംഗ് ആണ്. സ്കിൻ ആണെങ്കിൽ ഡ്രൈ ആൻഡ് ഫിഷേഴ്സ് ആണ്. ഇച്ചിങ് വിത്തൗട്ട് ഇറപ്ഷൻ ആണ്. സ്കിന്നിലാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, പക്ഷെ ഇറപ്ഷൻ ഒന്നും കാണത്തില്ല. എന്നിട്ട് സ്ക്രാച്ചസ് അണ്ടിൽ ബ്ലീഡ് ചെയ്യുന്നവരെ സ്ക്രാച്ച് ചെയ്യും. ഈ ഇച്ചിങ് വിത്തൗട്ട് ഇറപ്ഷൻ വേറെയും റെമഡീസ് ഉണ്ട്, ആൾസാൽബ്, ഡോളിക്കോസ്, മെസീറിയം, സൾഫർ. അതായത് ഇറപ്ഷൻ കാണത്തില്ല, ചുമ്മാ ചൊറിച്ചിലായിരിക്കും. പിന്നെ ഈ മെഡിസിന്റെ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ബ്രൈൻ, കോസ്റ്റിക്കം ആൻഡ് ഫെറം. ഇത് മൂന്നെണ്ണമാണ് അതിന്റെ കോംപ്ലിമെന്ററി റെമഡീസ് ആയിട്ട് വരും, കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള റെമഡീസ് വരും. പിന്നെ എയ്ഡ്മെന്റ്സ് ഫ്രം റൈറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡ്. കുട്ടി ഇടത് കൈ കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ അതിനെ സപ്രസ് ചെയ്ത് റൈറ്റ് ഹാൻഡ് ആക്കുമ്പോഴത്തേക്ക് 2 റെമഡീസേ ഉള്ളു, അലൂമിന ആൻഡ് സ്റ്റാഫിസാഗ്രിയ. അപ്പൊ അവര് ആ റൈറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതിയുന്ന കൊച്ചിനെ നമ്മളെ പിടിച്ച് റൈറ്റ് ഹാൻഡ് ചെയ്യിക്കുമ്പോഴത്തേക്ക് വരുന്ന റെമഡി അലൂമിനിയം, സ്റ്റാഫിസാഗ്രിയ. അലൂമിനിയം എപ്പോഴും ഡ്രൈനെസ് ആണ്, എല്ലാം ഡ്രൈ ആണ്, അത് ഓർത്തോണ്ടാ മതി. സ്റ്റാഫിസാഗ്രിയ ഡെലിജന്റ് ആണ്, ഭയങ്കര ഡെലിജന്റ് ആൻഡ് ഹോട്ടി നേച്ചറുള്ള, അവര് ഭയങ്കര പ്രൈഡ് ഉള്ളവരായിരിക്കും, ഭയങ്കര റെസ്പെക്ട്ഫുൾനെസ് കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്. പിന്നെ മൈൻഡ് അനിമേഷൻ ആൾട്ടർനേറ്റിംഗ് വിത്ത് ആബ്സെന്റ് മൈൻഡഡ്നെസ്. എപ്പോഴും അവർക്ക് ഒത്തിരി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര എനർജി വരും, പക്ഷെ പിന്നെ അത് ഉടനെ തന്നെ ഒരു ആബ്സെന്റ് മൈൻഡഡ് ആവും. അതുപോലെ അക്വയർഡ് ടേസ്റ്റ് ഫ്രം, എന്തെങ്കിലും വെപ്രാളപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കയ്യിൽ നിന്ന് സാധനം വീണു പോകും. അത് ഒരുപാട് മെഡിസിൻ ഉണ്ട്, അലൂമിന ഉണ്ട്, അംബ്രാഗ്ഡീസി ഉണ്ട്, എപ്പിസ് ഉണ്ട്, മോസ്കസ് ഉണ്ട്, നാട്രമൂർ ഉണ്ട്, സൾഫ്യൂറിക് ആസിഡ് ഉണ്ട്, സൾഫർ ഉണ്ട്, ഇത്രയും മെഡിസിൻസ് ഉണ്ട്. പിന്നെ ബിയർ അഗ്രിവേഷൻ, ബിയർ ഇഷ്ടമാണ്, പക്ഷെ കുടിച്ചാൽ ഉടനെ എന്തെങ്കിലും പ്രോബ്ലം വരും, അതും അലൂമിന വരുന്നുണ്ട്. അലൂമിന, ബെല്ല്, ചൈന, ഫെറം, ഇഗ്നീഷ്യസ്, റമോണിയം. പിന്നെ മൈൻഡിലും ബ്ലഡ് കനോട്ട് ലുക്ക് അറ്റ് ബ്ലഡ് കാണാനേ പറ്റത്തില്ല. അതിൽ 3 മാർക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ അലൂമിന, നക്സോമിക്ക ആൻഡ് ആലോസ് ആണ്. പിന്നെ 1 മാർക്ക് റെമഡീസ് ആണ് നസ്മോസ്കിറ്റ, ഫോസ്ഫറസ്, പ്ലാറ്റിന, റൂട്ട് ആൻഡ് സ്റ്റാഫി. പിന്നെ ഇവർക്ക് ചൈൽഡിഷ് ബിഹേവിയർ ആയിരിക്കും,
അത്രയും പ്രായമായിട്ട് ആ സ്ത്രീ അതാണ് കാണിക്കുന്നത്. ഒരു കുട്ടിയെ പോലെയാണ് അത്, ആ ഭർത്താവ് കുട്ടിയെ പോലെ എടുത്തോണ്ട് ആണ് നടക്കുന്നതാണ് ഓരോന്നും ചെയ്യിക്കുന്നത്. പിന്നെ ഡയബറ്റിക് കോമയ്ക്ക് ഇത് നല്ലൊരു റെമഡിയാണ്. അലൂമിനിയം ഉണ്ട്, ആഴ്സാൽബ് ഉണ്ട്, കാർബോവേജ് ഉണ്ട്, ക്യുറാറയുണ്ട്, ഓപ്പിയം. ഡയബറ്റിക് കോമയ്ക്ക് കൊടുക്കാവുന്ന റെമഡീസ് ആണ്. പിന്നെ കോൺഫിഡൻസ് ഉണ്ടാവും. ആൾട്ടർനേറ്റിംഗ് വിത്ത് ഡിസ്കറേജ്മെന്റ്, അത് അലൂമിനിയാണ് ഒറ്റ റെമഡി. പിന്നെ കുറെ ഡെലൂഷൻസ് ഉണ്ട്, ഫാൾസ് പെർസെപ്ഷൻ ഉണ്ട്, അവരുടെ തോന്നലുകൾ കുറേ ഉണ്ട്. അവര് പറയും, അയ്യോ ഞാൻ കുറ്റം ചെയ്ത് ഡോക്ടറെ, ഞാൻ കുറ്റം ചെയ്തു, കമ്മിറ്റഡ് ക്രൈം, ഞാൻ കുറ്റം ചെയ്തു എന്നുള്ള വേവലാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിമിനൽ ആണെന്ന് പറയും, ഹീസ് എ ക്രിമിനൽ. അല്ലെങ്കിൽ ഈ അടുത്തിരിക്കുന്നവരെല്ലാം ക്രിമിനൽസ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഡെഡ് പേഴ്സൺ സീസ് ഡെഡ് പേഴ്സണെ കാണുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അവർ പറയുന്നു, അതാ എന്റെ അമ്മൂമ്മ മരിച്ചതാ, അമ്മൂമ്മ അതാ അവിടെ വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയും. അവരുടെ ഡെലൂഷൻ തോന്നലാണ്. ഡെവിൾ പൊസസ്ഡ് ഓഫ് എ ഡെവിൾ, ഒരു പിശാച് എന്നെ കീഴടക്കിയൊക്കെയാണെന്ന് പറയും. ഇൻക്യൂറബിൾ ഡിസീസസ്, ഹി ഹാസ് ആൻ ഇൻക്യൂറബിൾ ഡിസീസ് ഉണ്ടെന്ന് പറയും. ഇതെല്ലാം തോന്നലുകളാണ്. പിന്നെ എൻലാർജ്ഡ് ബോഡി, പാർട്സ് ഓഫ് ദി ബോഡി എൻലാർജ്ഡ് ആയിട്ട് തോന്നുക. പിന്നെ ഞാൻ പറഞ്ഞ ഹെഡ് ബിലോങ്സ് ടു അനദർ. പിന്നെ ഐഡന്റിറ്റി, എറേഴ്സ് ഓഫ് ഐഡന്റിറ്റി, സമ്മൺ എൽസ് ഷീസ്, അവള് വേറെ ആളാണെന്ന് പറയുക. പിന്നെ സിബിലിറ്റിക്കായിട്ടുള്ള ഡെലൂഷൻസ് എന്ന് പറയുന്നത്, തോന്നലുകൾ എന്ന് പറയുന്നത്, ഇൻസൈൻ ബിക്കം ഇൻസൈൻ, ഞാൻ ഭ്രാന്തിയായി മാറ്, അല്ലെങ്കിൽ മാറി എന്ന് പറയും. അല്ലെങ്കിൽ നമ്പ്, എന്റെ ശരീരം മൊത്തം മരവിച്ചിരിക്കുകയാണെന്ന് പറയും. അത് അലൂമിനിയം ഉണ്ട്, പോസിട്രോണും ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ പറയും, ഞാൻ റോബർട്ട് പതുക്കെയാണല്ലേ നടക്കുന്ന, ഞാൻ റോബർട്ട് വൺ ഈസ് എ റോബർട്ട് ആണെന്ന് പറയും. അതിന് കുറെ മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഡെലൂഷൻ, സ്ട്രേഞ്ച് വോയിസ് ഓഫ് ഹെർ ഓൺ, സ്വന്തം വാക്കുകൾ എന്ന് പറയും. അയ്യോ ഞാൻ കണ്ട് ആരോ സംസാരിക്കുന്നു കേട്ടോ, പരിചയമില്ലാത്ത ഒരാൾ അത് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ പരിചയമില്ലാത്ത ആള് സംസാരിക്കുന്നു എന്ന് പറയും. അത്രയും കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആണ് പുള്ളിക്കാരുടെ മൈൻഡില്. പിന്നെ ഡെലൂഷൻ, സൂയിസൈഡ്, ഇമ്പൾസ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഓൺ സീയിങ് എ നൈഫ് കണ്ട ഉടനെ ആത്മഹത്യ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ കൊല്ലാൻ തോന്നും. ഡെലൂഷൻ, ടൈം, എക്സാജറേഷൻ ഓഫ് ടൈം. ഡെലൂഷൻ, വാക്കിംഗ്, ഈ കേസ് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ആലപ്പുഴ വർക്ക് ചെയ്യുമ്പോൾ, ചമ്പക്കുളത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ വന്ന്, അയാൾ പതുക്കെ നടന്നു വരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അയ്യോ ഡോക്ടറെ, ഇതാണ്ട് എനിക്ക് നടക്കുമ്പോ തോന്നുന്നു തറയിലെല്ലാം പഞ്ഞി കിടക്കുകയാണ്, പഞ്ഞിയിൽ ചവിട്ടി നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വാക്കിംഗ് കോട്ടൺ, ഹി വാക്സ് ഓൺ കോട്ടൺ എന്നുള്ള ഫീലിങ്. ഞാൻ ആ പേഷ്യന്റ് ചില്ലി പേഷ്യന്റ് ആയിരുന്നു, അലൂമിന കൊടുത്ത് കംപ്ലീറ്റ് മാറിയായിരുന്നു. പക്ഷെ ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ വേറെ റെമഡി ഉണ്ട്, സൾഫർ റെമഡിയാണ്, എപ്പിസ് റെമഡിയാണ്. പിന്നെ ചില്ലി പേഷ്യന്റ് ആയിട്ടുള്ള റെമഡി, ഇതെല്ലാം അവരുടെ കാരക്ടറിസ്റ്റിക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ അല്ലാതെ ഉണ്ട് വാക്കിംഗ് കോട്ടൺ, ഹി വാക്സ് ഓൺ എന്ന് പറയുന്നത്, കാൽക്കേരിയ ഉണ്ട്, കാർബോവേജ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഒനോസ്മോഡിയം ഉണ്ട്. ഇത്രയും റെമഡീസ് ഉണ്ട്. അതിൽ ഞാൻ അലൂമിന കൊടുത്താണ് ആ കേസ് ഭേദമാക്കിയത് കേട്ടോ, കോട്ടണിൽ നടക്കുന്ന പോലുള്ള ഫീലിംഗ്. പിന്നെ ഡെലൂഷൻ, വേൾഡ് അറൗണ്ട്, സറൗണ്ടിങ്സ് മൊത്തം ചുറ്റുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതും കുറെ മെഡിസിൻസ് ഉണ്ട്, അലൂമിന, ആലോസ്, ബ്രൈ, ഓപ്പിയം, റെസ്റ്റോസ്, സിങ്കമ്മേറ്റ്. പിന്നെ ഡിമെൻഷ്യ, ഡയാലിസിസ് ചെയ്തതിന് ശേഷം ഡിമെൻഷ്യ വരെയാണെങ്കിൽ, കിഡ്നി ഡയാലിസിസ് ചെയ്തിട്ട് ഡിമെൻഷ്യ വരെയാണെങ്കിൽ അലൂമിന നല്ലൊരു റെമഡിയാണ്. വേറെ റെമഡി ഉണ്ട്, ബരേറ്റ കാർബൺ ഉണ്ട്, കാലിഫോസ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, സിങ്കംഫോസ് ഉണ്ട്. ഇത്രയും റെമഡീസ് ഉണ്ട്. 3, 2, 5 റെമഡീസ്, അലൂമിന, ബരേറ്റ കാർബ്, കാലിഫോസ്, ഫോസ്ഫോറിക് ആസിഡ്, സിങ്കംഫോസ്. പിന്നെ ഡീപേഴ്സണലൈസേഷൻ, അവരല്ല വേറൊരു പേഴ്സൺ ആണെന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിൽ വരും. ഞാനല്ല, ഞാൻ മാറി, ഞാൻ വേറെ ആളാണെന്ന് പറയും. അപ്പൊ ഡീപേഴ്സണലൈസേഷൻ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, അതിൽ വൺ ഓഫ് ദ റെമഡി അലൂമിനയാണ്. പിന്നെ ഡെസ്പെയർ, റിക്കവറി ഓഫ് കൺവാലസൻസ് ഡ്യൂറിങ്, ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ട് പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനേ പറ്റുന്നില്ല, അതിൽ നിന്നുള്ള നിരാശ, എനിക്ക് ഈ ഡിസീസ് ഇനി പോകില്ല, നിരാശയായി. അതിനാണെങ്കിൽ 3 മാർക്ക് റെമഡീസ് എന്ന് പറയുന്നത് അലൂമിന, ആൾസാൽബ്, കാൽക്കേരിയ, സിബിലിനം, സോറിനം,
മെഡോർണം, കാർസിനോസിൻ. ഇത്രയും റെമഡീസ് ഉണ്ട്. അലൂമിനയും ആൾസാൽബും കാൽക്കേരിയയും മിനറൽസ് അല്ല, നോൺ മെറ്റൽസ് ആണ്. സിഫിലിനം, സോറിനം, മെഡോർണം, കാർസിനോസ് ഇതെല്ലാം നോ സോഡ്സ് ആണ്. പിന്നെ ഫിയർ ഓഫ് സൂയിസൈഡ്, നൈഫ് ഓൺ സീയിങ്, നൈഫ് കാണുമ്പോൾ പേടി സൂയിസൈഡ് ചെയ്യുമെന്നുള്ള. പിന്നെ ഹൊറിബിൾ തിങ്സ്, സാഡ് സ്റ്റോറീസ് അഫക്ട് ഹർ പ്രൊഫൗണ്ട്ലി. പിന്നെ സിബിലിറ്റിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് ഇമ്പൾസ്, മോർബിഡ് ഇമ്പൾസ് ടു ഡു വയലൻസ്, വയലൻസ് ചെയ്യണമെന്നുള്ള ഒരു മോർബിഡ് ഇമ്പൾസ്. അല്ലെങ്കിൽ ഈ കിൽ, ഡിസൈർ ടു കിൽ ബിലവഡ് ഓൺസ് ഓൺ സീയിങ് നൈഫ് ഓർ ഗൺ കാണുമ്പോഴത്തേക്ക് ഈ ബിലവഡ് ഓൺസിനെ കൊല്ലണോ എന്നുള്ള തോന്നൽ വരും. പിന്നെ നൈഫ്, കനോട്ട് ലുക്ക് അറ്റ് നൈഫ്, നൈഫ് കാണാനേ ഒക്കൂല. നൈഫ് കണ്ടാൽ അപ്പോഴേ മാറിക്കളയും. കാരണം അത് വെച്ച് ഞാൻ ഒന്നെങ്കിൽ സ്വയം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ശ്രമിക്കും. പിന്നെ ലെമന്റിങ്, ഇൻവോളണ്ടറി ലെമന്റിങ്, ചുമ്മാ പരിവേദന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും ഇൻവോളണ്ടറി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതും അലൂമിനയാണ്. മാത്തമാറ്റിക്സ് ഇന്നബിലിറ്റി ഫോർ കാൽക്കുലേറ്റിംഗ്, അത് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, അലൂമിന ഉള്ളത് റെമഡി. പിന്നെ മോർണിംഗ് ഇൻവോളണ്ടറി ആയിട്ട് ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും, അതാണെങ്കിൽ അലൂമിന, ചമോമില, ക്രോട്ടാലസ്, കാസ്കാവില, എലബോറസ്. പിന്നെ പീഡോഫീലിയ എന്ന് പറഞ്ഞാൽ മാൻ സെർച്ചിങ് ഫോർ ലിറ്റിൽ ഗേൾസിനെ സെർച്ച് ചെയ്യുന്ന പ്രായമുള്ള ആളുകൾക്ക് ഈ 3 റെമഡീസ് ആണുള്ളത്: അലൂമിന, കാൽക്കേരിയ, പ്ലാറ്റിനം. അതൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന കേസുകളായിരിക്കാം. അങ്ങനെ ചിലർ വന്ന് പറയും ഈ ലിറ്റിൽ ഗേൾസിന് പീഡോഫീലിയ, അത് 3 റെമഡീസേ അല്ല: അലൂമിന, കാൽക്കേരിയ, പ്ലാറ്റിനം. പിന്നെ വരുന്ന സൂയിസൈഡൽ ഡിസ്പോസിഷൻ, ബ്ലഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മരിക്കണമെന്ന് തോന്നും. സൂയിസൈഡൽ ഡിസ്പോസിഷൻ, നൈഫ് വിത്ത് എ നൈഫ് ഓർ റൈസർ വിത്ത് എ റൈസർ കൊണ്ട് സൂയിസൈഡ് ചെയ്യണമെന്ന്, അത് കണ്ടു കഴിഞ്ഞാലാണ് അത് ഉണ്ടാകുന്നത്. അലൂമിന ആൻഡ് സ്ട്രമോണിയം ആണ്. ഇത്രയാണ് അലൂമിനയെ പറ്റിയുള്ള ഇത് ഡിസ്കഷൻ. തീരാറായ ഇനി അടുത്ത ഒരു കേസ് കൂടെ പറയാം. അതും ഹൈപ്പോതൈറോയിഡിസം ആണ്. പക്ഷെ 1.5 വയസ്സുള്ള കൊച്ചാണ്. അപ്പൊ അത് 27/3/23 വന്നതാണ്. ആ കൊച്ചു വന്നപ്പോഴ് കുഞ്ഞ് നടന്നാലും സ്മാർട്ട് ഒരു കൊച്ച് വന്നു. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ റഫ് സ്കിൻ സ്റ്റാർട്ടഡ് ഫ്രം ലെഫ്റ്റ് ആക്സില. ആഫ്റ്റർ അലോപ്പതിക് ഓയിൻമെന്റ് ദിസ് റഫ് സ്കിൻ മൂവ്ഡ് ടു റൈറ്റ് സൈഡ് ഓഫ് ദി ആക്സില വിത്ത് ഇച്ചിങ് ആഫ്റ്റർ പെർസ്പയറിങ്. പെർസ്പയർ ചെയ്യുമ്പോൾ ചൊറിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടായി. എന്നിട്ട് അതോടൊപ്പം തന്നെ സ്പോട്ട് ബാൾഡ്നെസ് ഓഫ് ഹെഡ്, റൈറ്റ് സൈഡ് ഓഫ് ഹെഡ് ആണ്. ഹെയറിൽ സ്പോട്ടായിട്ട് ഹെയർ പോകുന്നു. ഈ കംപ്ലൈന്റുമായിട്ടാണ് വന്നത്. അവിടെ മുടിയില്ല, റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുട്ടിയെ എങ്ങനെ, പ്രസവം എങ്ങനെയായിരുന്നു? അത് സിസേറിയൻ സെക്ഷൻ ആയിരുന്നു. അതെന്താ കാര്യം എന്ന് ചോദിച്ചു. അത് മീക്കോണിയം പാസ് ചെയ്തുകൊണ്ട് സിസേറിയൻ ആക്കിയെന്ന് പറഞ്ഞു. എത്ര ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു? 3 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അമ്മയ്ക്ക് നേരത്തെ PCOD ഉണ്ടായിരുന്നു. പിന്നെ മെൻസസ് ഒക്കെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രഗ്നന്റ് ആയതും ശരിക്കും അറിയാൻ സാധിച്ചില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ UTI അമ്മയ്ക്ക് വന്നു. അപ്പൊ എന്തോ ഒരു ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് വന്നുകൊണ്ടാണ് ഇത് ഉണ്ടായത്. ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് ആദ്യം വന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസീസ് ആണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വരണമെങ്കിൽ ആ കുട്ടി ഫിയർഫുൾ ചൈൽഡ് ആണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വേണം. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വരുന്നെങ്കിൽ ഫിയർഫുൾ ആസ് വെൽ ആസ് ആങ്കർ റെമഡി ആയിരിക്കും. ആ റെമഡി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും ആ കുട്ടിയുടെ നേച്ചർ എങ്ങനെയാണെന്ന്, ഏതൊക്കെ ഓർഗനെ ബാധിക്കും. ഫിയർഫുള്ളും ആങ്കറും വരുമ്പോഴേ ഏതൊക്കെ സ്ഥലത്തെ ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ കുട്ടി ലെഫ്റ്റ് ഹാൻഡഡ് ഫെല്ലാണ്, ഇടത് കൈ കൊണ്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. നോർമൽ മൈൽ സ്റ്റോൺസ് ആയിരുന്നു. പക്ഷെ മൈൽഡ്, എൻ്റെ അടുത്ത് വന്നപ്പോ ഭയങ്കര മൈൽഡ് ആയിട്ടാണ് ഇരുന്നത് കുഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിൽ എങ്ങനെയാണോ? അയ്യോ ഡോക്ടറെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. വീട്ടിലാണെങ്കിൽ ഇതുപോലെ ഒരു കുരുത്തം കെട്ട കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര വല്ലാത്ത സ്വഭാവമാണ്. പിന്നെ അടങ്ങിയിരിക്കുന്ന എപ്പോഴാണ് ഒരു ബുക്ക് എടുത്തു കൊടുത്താൽ അടങ്ങിയിരിക്കും. ഒരു പെൻസിലോ അല്ലെങ്കിൽ സ്ലേറ്റ് എടുത്ത് കൊടുത്താൽ അത് വിട്ട് വരച്ച് കുറിച്ചും ഒക്കെ ഇരിക്കും. അപ്പോഴങ്ങ് അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴും പാല് കൊടുത്തോണ്ടിരിക്കാണ്, 1.5 വയസ്സേ ആയുള്ളൂ.
ബ്രെക്ഫാസ്റ്റ്. പിന്നെ ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ ഓഫ് ഹെഡ്, എസ്പെഷ്യലി സ്ലീപ്പിംഗ്. ഭയങ്കരമായിട്ട് വിയർത്തങ്ങ് ഒഴുകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫാൻ ഹൈ സ്പീഡിലിട്ട് പെട്ടെന്ന് കറണ്ടാറ്റം പോയി കഴിഞ്ഞാൽ വിയർത്ത് കുളിച്ച് കൊച്ചു ചാടി എഴുന്നേക്കും പറഞ്ഞു. ഒട്ടും ചൂട് താങ്ങാനേ പറ്റത്തില്ല. അപ്പൊ ഹോട്ട് പേഷ്യന്റ് ആണ്. വെള്ളം കുടിക്കുമെന്ന് വെച്ചാൽ വെള്ളം കുടി കുറവാണ് ഡോക്ടറെ, പിന്നെ നിർബന്ധിച്ച് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അന്ന് എത്ര റൂബ്രിക്കൊന്നും ഞാൻ എഴുതിയിട്ടിട്ടില്ല. ഞാൻ കാൽക്കേരിയ അയഡൈഡാണ് ഈ കൊച്ചിന് കൊടുത്തത്. കാൽക്കേരിയയുടെ പെർസ്പിറേഷനും വെച്ച് അയഡത്തിന്റെ ഒരു ഇന്റലിജൻസി തോന്നിയിട്ട് അയഡത്തിന്റെ ഇത് വെച്ച് ഭയങ്കര എനർജറ്റിക് കൊച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ കാൽക്കേരിയ അയഡൈഡ് 200 ഒരു ഡോസ് അപ്പോഴേ വായിൽ തന്നെ ഒഴിച്ചു കൊടുത്ത്, ഒരു ഡോസ് പിറ്റേന്ന് രാവിലെ കൊടുക്കാനായിട്ട് പൊടിയായിട്ട് കൊടുത്തു. പിന്നെ PL കൊടുത്തു. PL കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത് ഞാൻ 27/3/23 13/5/23 തിരിച്ചു വരുന്നു. വന്നപ്പോ റൈറ്റ് സൈഡ് സ്പോട്ട് ബാൾഡ്നെസ് ഈസ് ഫെയ്ഡ് ചെയ്തിരിക്കുന്നു വിത്ത് സ്മോൾ ഗ്രോത്ത് ഓഫ് ഹെയർ ഇങ്ങനെ വളരാൻ തുടങ്ങി. അപ്പൊ കറക്റ്റ് റെമഡിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ PL-ഉം SL-ഉം കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പിന്നെ വരുന്നത് ഈ 22/6 പനിയായിട്ട് വരുന്നു. അപ്പൊ ഞാൻ അക്സോമിക്കയുടെ ടെമ്പറേച്ചറാണ് എനിക്ക് തോന്നിയത്. പിന്നെ 9/11/23 പിന്നെ വരുന്നു. അപ്പോഴും പനിയല്ല, ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് പനി വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാക്ടസിസ് കൊടുത്തായിരുന്നു. പിന്നെ ആ കുട്ടി വരുന്നത് 11/1/24 11/1/24 വരുമ്പോഴേ 2/1 ഈ കൊച്ച് ഭയങ്കര അവര് TSH നോക്കാനൊരു കാരണമുണ്ട്. കാരണം ഈ കൊച്ച് ഭയങ്കര ഉറക്ക ഭയങ്കര ക്ഷീണം. നല്ല എനർജറ്റിക് ആയിരുന്ന കൊച്ച് പെട്ടെന്ന് ക്ഷീണമായി. പിന്നെ ഇനാക്ടിവിറ്റി ഓഫ് റെക്ടോ ആണ്, മലം പോകുന്നില്ല. ഒരാഴ്ച ആയാലും മനം പോണമെന്നുള്ള തോന്നലും ഇല്ല. അങ്ങനെ അവര് വിഷമിച്ചിട്ട് അലോപ്പതി കൊണ്ടുപോയി കാണിച്ചപ്പോ അവര് പറഞ്ഞ് പിന്നെ മുടി ചെറുതായിട്ട് പൊഴിച്ചിലും ഉണ്ടായി. അപ്പൊ അലോപ്പതിക്കാർ പറഞ്ഞ് TSH നോക്കാൻ പറഞ്ഞ്. അപ്പോഴും നോക്കിയപ്പോഴ് TSH 7.69 ആണ് കാണിച്ചത്. പക്ഷെ ഫ്രീ T4 0.95 ഉണ്ട്. അത് നോർമലാണ്. ഫ്രീ T4 കുഴപ്പമില്ല. പക്ഷെ TSH കൂടുതലാണ്. അപ്പൊ ഞാൻ ചോദിച്ച് ഈ കൊച്ചുകുട്ടിക്ക്, അപ്പൊ കൊച്ചിന് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളു, ഈ കൊച്ചുകുട്ടിക്ക് അത് വരണമെങ്കിൽ നിങ്ങളുടെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എന്തോ നിങ്ങൾക്ക് ഒരു സംഘർഷം ഉണ്ടായി, അത് കുട്ടിയില് പാസ് ചെയ്തതാണ്. അതെന്തായിരുന്നു നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ എന്തായിരുന്നു സംഘർഷം? അപ്പൊ ഈ പെൺകുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, പക്ഷെ ജോലിയില്ലായിരുന്നു. എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോ ഈ കുഞ്ഞിന്റെ അച്ഛനുമായിട്ട് ലവ് ആയി. അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പില് ഈ അച്ഛനെ കല്യാണം കഴിച്ചു. പക്ഷെ അച്ഛന്റെ ഈ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭർത്താവിന്റെ അമ്മായിയമ്മയും സഹോദരങ്ങളും ഭയങ്കരമായിട്ട് ഇവളെ ഹരാസ് ചെയ്യാൻ തുടങ്ങി. ഇവക്ക് പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നോണ്ട് പ്രഗ്നന്റ് ആയതോ അറിഞ്ഞതുമില്ല. അവസാനം കുറെ ഛർദിലോ അങ്ങനെ എന്തൊക്കെ വന്നപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടാണ് അറിയുന്നതല്ല പ്രഗ്നന്റ് ആയെന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ അലട്ടിയ പ്രശ്നം? അപ്പോഴേ എന്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു ഡോക്ടറെ. പിന്നെ ഈ ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് ഭർത്താവ് രാവിലെ പോകും, 6 മണിക്കോ 5 മണിക്കോ പോകണം. IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ടെക്നോ പാർക്കിലാണ്. അപ്പൊ പോയിട്ട് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ പുള്ളിക്കാരി ഒരുപാട് ഹരാസ് കേട്ടെന്നാണ് പറയുന്നത്. പുള്ളിക്കാരുടെ തോന്നലായിരിക്കാം അത്രയും ഇത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് പഠിച്ചിട്ട് കിട്ടിയില്ല, എന്റെ വീട്ടുകാരുടെ സപ്പോർട്ടില്ല, ഞാൻ മൊത്തം നശിച്ചെന്ന് എനിക്ക് തോന്നി, എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നിയില്ല. അത്രയ്ക്ക് ഒരു ഇതായിരുന്നു എന്റെ അപ്പോഴത്തെ ജീവിതം. എനിക്ക് അത് അത്ര ഇത് തോന്നി. അപ്പൊ ഞാൻ എടുത്തത് ഈ ഹൈപ്പോതൈറോയിഡിസം വരണമെങ്കിൽ അമ്മയിൽ നിന്ന് പാസ് ചെയ്ത അതുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തത് മൈൻഡ് ഡെലൂഷൻ ഡൂംഡ് ബി, ഞാൻ നശിച്ചു പോയി എന്ന്, എന്റെ ഈ കല്യാണത്തോടെ ഞാൻ നശിച്ചു പോയി എന്നുള്ളൊരു തോന്നലെടുത്ത് മൈൻഡ് ഡെലൂഷൻസ് ഡൂംഡ് ബീയിങ്. പിന്നെ ജനറാലിറ്റിയിൽ ഹൈപ്പോതൈറോയിഡിസം എടുത്ത് റെക്ടം ഇനാക്ടിവിറ്റി ഓഫ് റെക്ടോ എടുത്തു.
ഇത് 4 കവർ ചെയ്ത റെമഡി എന്ന് പറയുന്ന ലൈക്കോപോഡിയാണ് വന്നത്, വേറെ ഒന്നും വന്നില്ല, ലൈക്കോപോഡി മാത്രം വന്ന. ഈ കൊച്ചു ഇന്റലിജന്റ് ആണ്, ഹോട്ട് പേഷ്യന്റ് ആണ്, വിയർപ്പുണ്ട്, ആസ് വെൽ ആസ് വീട്ടിൽ ഭയങ്കര ബഹളമാണ്. അതേസമയം ഇവിടെ വരുമ്പോഴൊക്കെ വളരെ ഡീസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ലൈക്കോപോഡിയം തന്നെയാണ്. പിന്നെ വാം ഡ്രിങ്ക്സ് ആണ് ഇഷ്ടം, ചെറു ചൂടോടെ കഴിക്കാനാണ് എല്ലാം ഇഷ്ടം. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ലൈക്കോപോഡിയം 200 ഒരു ഡോസേ കൊടുത്തുള്ളു. 11/1/24. അത് കഴിഞ്ഞ് ഈ കുട്ടിയെ 6/4 ഇവര് കൊണ്ടുവരുന്നു. 6/4/24 കൊണ്ടുവരുമ്പോ 6/4 പരിശോധിച്ചിട്ടും കൂടെയാണ് വരുന്നത്. അപ്പോഴ് TSH 3.326 ആയി. വെറും 3 മാസത്തെ ഇത് വ്യത്യാസം കൊണ്ടാണ് നമ്മളെ TSH നോർമലി കൊണ്ടുവന്നത്. നമ്മുടെ മെഡിസിനെ അത് സാധിക്കുള്ളൂ, വേറെ ഒരു മെഡിസിനും സാധിക്കില്ല. അത് ഞാൻ സത്യം പറയാം. ഒരു സിംഗിൾ ഡോസ് ലൈക്കോപോഡിയം 200 കൊടുത്താണ് കൊച്ചിനെ മാറ്റിയത്. ഭയങ്കര ഇന്നാക്ടിവിറ്റി ഓഫ് റെക്ടവും മാറി, ഉറക്കം ഭയങ്കര ഉറക്കം അതും മാറി, എല്ലാം ക്ലിയർ ആയി. ആ കൊച്ചു നല്ല സ്മാർട്ട് ഒരു കൊച്ചു, നല്ല മിടുക്കി കൊച്ചുവാണെന്ന്, പഠിക്കാനും ഭയങ്കര മിടുക്കിയാണെന്ന്. ഇപ്പൊ അത് ഈ ഇടയ്ക്ക് വന്നു 9/11 വന്നപ്പോഴ് പറഞ്ഞു ഇപ്പൊ വീണ്ടും ഡോക്ടറെ ഒരു ഉറക്കത്തിന്റെ ഇതുണ്ട്, അതിന് ഉറക്കക്ഷീണം ഉണ്ട്, മലബന്ധമില്ല, പക്ഷെ ഭയങ്കര ഉറക്കം. അങ്ങനെ പരിശോധിച്ചിട്ടാണ് വന്നത്. പക്ഷെ അത് TSH 3 ഉള്ളു. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ലല്ലോ. അപ്പൊ ഡോക്ടർ എന്തായാലും ഒന്ന് മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തത് സൾഫർ കാൽക്കേരിയ അയോഡൈഡ് ലൈക്കോപോഡിയം. കാരണം സൾഫർ കാൽക്കേരിയ ലൈക്കോപോഡിയം ഹനിമാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഫോളോ അപ്പ് ചെയ്ത്. അപ്പൊ എനിക്ക് അങ്ങനെ കൊടുക്കണം എന്ന് തോന്നി. ഞാൻ സൾഫർ അപ്പോഴി തന്നെ നാക്കിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ച്, കാൽക്കേരിയ അയോഡൈഡ് പിറ്റേന്ന് രാവിലെ മോർണിംഗില് പൊടി വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് ലൈക്കോപോഡിയം 200 കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ ആ കേസ് ഇതായിട്ടാണ് നിൽക്കുന്നത്. TSH നോർമലാണ്, അതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ലൈക്കോയെ പറ്റി പറയാം. ലൈക്കോ എന്ന് പറയുന്നത് ക്ലബ്മോസ് ആണ്, പായലാണ്. എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ സൾഫർ ആണ് അത്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് റെമഡി എപ്പോഴും സെൻസിറ്റീവ് ആൻഡ് സെന്റിമെന്റൽ ആയിരിക്കും. എപ്പോഴും അവർക്ക് എപ്പോഴും ക്രേവിങ്, ഈ ലൈക്കോപോഡി എപ്പോഴും ക്രേവിങ് ഫോർ വാം തിങ്സ് ആണ്. എപ്പോഴും വാം തിങ്സ് വേണമെന്നാണ് ആദ്യം. പിന്നെ ഈ കുട്ടി എന്ന് പൈനിങ് ബോയ്സിന് കൊടുക്കുന്ന റെമഡിയാണ് ലൈക്കോപോഡിയ. പിന്നെ ബോസി ഫോർഹെഡ് ആയിരിക്കും, ഫോർഹെഡ് ഇങ്ങനെ ഉയർന്ന് നിൽക്കും. ബുദ്ധിയുള്ള പിള്ളേരുടെ തല പോലെ ഫോർഹെഡ് നിൽക്കും. ഈ കൊച്ചിന്റെ അതുപോലെ ആയിരുന്നു ഇരുന്നത്. പിന്നെ തിൻ ആൻഡ് വിതൽഡ് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി എപ്പോഴും നേർത്തിരിക്കും, ലോവർ പാർട്ട് കുറച്ചുകൂടെ വണ്ണം കാണും. അത് പ്രായമായവരും അങ്ങനെ തന്നെ, പെണ്ണായാലും ആണായാലും അങ്ങനെ തന്നെ. പിന്നെ ഈ മെഡിസിന് എപ്പോഴും വീട്ടില് ഭയങ്കര ബഹളമായിരിക്കും, അതേസമയം വെളിയിൽ ഇറങ്ങിയാൽ ഡീസന്റ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഹേവിയർ ഡിസോർഡേഴ്സ് ഇൻ ഹോം ആൻഡ് ഡീസന്റ് ഇൻ ഔട്ട്സൈഡ് എന്നുള്ളതിന് 3 റെമഡീസ് ആണുള്ളത്. ലൈക്കോപോഡിയം, തൂജ ആൻഡ് ട്യൂബർക്കിളിനാണ്. പിന്നെ ഇവരുടെ കോർ എന്ന് പറയുന്നത്, ലൈക്കോപോഡിയത്തിന്റെ കോർ ആയിട്ടുള്ള എസൻസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഫീൽസ് ഇന്റേണലി വീക്ക് ആൻഡ് ഇൻഅഡിക്വേറ്റ് ആണെന്നുള്ള തോന്നൽ, കവേർഡീസ് ആണ് അവര്. ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഭയങ്കര പേടിയാണ്. ടിമിഡ് ആൻഡ് ഫിയർ പീപ്പിൾ ആണ്, പക്ഷെ വെളിയിൽ കാണിക്കുകയില്ല. വെളിയിൽ അവര് ഭയങ്കര ഹോട്ടി ആൻഡ് ഈഗോട്ടിസവും കാണിക്കും. ബോസ്റ്ററിങ് നേച്ചറാണ്, ഭയങ്കര പൊങ്ങച്ചടിയാണ്. പിന്നെ പ്രസൻസ് ദംസെൽസ് എക്സ്റ്റേണലി ഇമേജ് ഓഫ് കേപ്പബിലിറ്റി ആൻഡ് കറേജ്, എക്സ്ട്രോവേർട്ടഡ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കും. ട്രൈസ് ടു ഹൈഡ് ഫീലിങ്സ് ഓഫ് ഇൻകേപ്പബിലിറ്റി ഇത് ചെയ്യും. ഇതിന് പറയുന്നത് നമ്മള് ഹാർഡ് ഫോർ ഇൻഫീരിയേഴ്സ് ആൻഡ് സോഫ്റ്റ് വിത്ത് സുപ്പീരിയേഴ്സ് എന്നാണ്. ആ ഒരു റൂബ്രിക് എടുത്താൽ മതി. ഹാർഡ് ഫോർ ഇൻഫീരിയേഴ്സ് ആൻഡ് സോഫ്റ്റ് വിത്ത് സുപ്പീരിയേഴ്സ്. 4 റെമഡീസേ ഉണ്ട്. ലാക്കസിസ്, ലൈക്കോപോഡിയം, പ്ലാറ്റിന, വെറേട്രം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കച്ചിട്ട് നമുക്ക് ഇത് കിട്ടും കേട്ടോ, ആക്ഷൻ കിട്ടും. ഹാർഡ് ഫോർ ഇൻഫീരിയേഴ്സ് ആൻഡ് സോഫ്റ്റ് വിത്ത് സുപ്പീരിയേഴ്സ്, ലാക്കസിസ്, ലൈക്കോപോഡിയം, പ്ലാറ്റിന, വെറേട്രം. ഇതിൽ 4 ഏതെങ്കിലും ഒന്നത് വരും. പിന്നെ ഇവരെപ്പോഴും ഹറീഡ് പേഴ്സൺ ആണ്, എല്ലാം ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആഗ്രഹമാണ്. പിന്നെ ഇവരെപ്പോഴും പ്രിസംപ്ച്വസ് ആണ്, ബിഹേവിങ് ലൈക്ക് അരഗന്റ് റൂഡ് ബിഹേവിയർ ആയിട്ട് വീട്ടുകാരുടെ അടുത്ത്. എന്ന് പറഞ്ഞാൽ
ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ പെരുമാറുള്ളൂ. പിന്നെ പ്രൊമിസ്ക്വസ് ആണ്. മെനി ട്രാൻസിയന്റ് സെക്ച്വൽ റിലേഷൻഷിപ്പ് അവർക്ക് എപ്പോഴും കാണും. പക്ഷെ ഒന്നും കമ്മിറ്റ് ചെയ്യില്ല, കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ചാടിക്കളയും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കല്യാണം പോലും കഴിക്കൂല. കാരണം കമ്മിറ്റ്മെന്റ് വരുമോ എന്നുള്ള പേടിയുണ്ട്. കല്യാണം കഴിക്കും. ലേറ്റ് ടു മാരി ആണ്. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് ടിമിഡ് ആയിട്ടുള്ള പേഴ്സണെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ റെസ്പോൺസിബിലിറ്റി ഫുള്ള് ഏറ്റെടുക്കും. ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം ലൈക്കോപോഡിയത്തിന്റെ. പിന്നെ ക്രൈസ് വെൻ താങ്ക്ഡ്. എന്തെങ്കിലും ആരെങ്കിലും താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിന്ന് വെള്ളം വരും. അത്ര ഇതാണ്. ഓപ്പൺ ഇന്റലക്ച്വൽ പീപ്പിൾ ആണ്. ഇവരെപ്പോഴും ബുദ്ധിമാനായിട്ടുള്ള ആളുകളാണ്. സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ലോയേഴ്സ് ആയിരിക്കും. പക്ഷെ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിന് ഭയങ്കര പേടിയാണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു സ്പീക്ക് ഓൺ സ്റ്റേജിൽ സംസാരിക്കാൻ പേടിയാണ്. കാരണം ലവ് ഓഫ് പവർ, എന്റെ പവർ നഷ്ടപ്പെടുവോ, ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടിയുണ്ട്. അവർ സ്പീക്ക് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അവർക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറും സ്പീക്ക് ചെയ്യാനായിട്ടുള്ള. അതേസമയം സൈലീഷ്യ അങ്ങനെയല്ല. സൈലീഷ്യ എന്ന് പറഞ്ഞാൽ ഇമേജ് ഓറിയന്റഡ് ആണ്. അവരുടെ ഇമേജിന് ഭംഗം വരുന്നത്. അതുകൊണ്ട് അഫ്രൈഡ് ടു ഗോ ഓൺ സ്റ്റേജ്. ഇമേജിന് ഭംഗം വരാതെ ആണെങ്കിൽ സ്റ്റേജിൽ പോയി സുഖമായിട്ട് സംസാരിക്കും. ഇവരതല്ല. ഇവരുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ല. എന്റെ പവർ നഷ്ടപ്പെടുവോ എന്നുള്ള പേടിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ കൊച്ചുകുട്ടികള് അമ്മ പറയും, നീ പഠിച്ചാൽ നിന്നെ ഞാൻ നല്ലോണം സ്നേഹിക്കുന്നതിനൊക്കെ എന്ത് വേണമെങ്കിലും തരുമെന്ന് പറയും. അപ്പൊ ഉടനെ ഇവര് എന്ത് ചെയ്യും? അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അത് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇവർ പഠിക്കും. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. പിന്നെ ഇവർക്ക് അഡൾട്രസ് ബിഹേവിയർ ഉണ്ട്. കല്യാണം കഴിച്ച പുരുഷനാണെങ്കിൽ കല്യാണം കഴിച്ച ഏതെങ്കിലും വേറൊരു സ്ത്രീയായിട്ട് റിലേഷൻഷിപ്പ് കാണും. പെണ്ണാണെങ്കിൽ ആണുമായിട്ട് റിലേഷൻഷിപ്പ് കാണും. അത് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ലൈക്കോപോഡിയം, കാൽക്കേരിയ, കാന്താരിസ്, കോസ്റ്റിക്കം, ഇഗ്നേഷ്യ, ലാക്കസിസ്, മെഡോർണം, ഫോസ്ഫറസ്, പ്ലാറ്റിന, പൾസാരില, സ്റ്റാഫി എന്ന് പറയട്ടോ കുറെ മെഡിസിൻസ് ഉണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ വെൻ ട്രാവലിംഗ് അവേ ഫ്രം ഹോം, അതും ഈ ലൈക്കോപോഡിയം, പ്ലാറ്റിന ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ അവർക്ക് ഭയങ്കര വിശപ്പാണ്. റവനസ് ആപ്പിറ്റൈറ്റ് വിത്ത് ഫുൾനെസ് ആഫ്റ്റർ ഈറ്റിംഗ് എ മൗത്ത് ഫുൾ. ഒരു ചോറെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വയർ നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും. പിന്നെ ഹംഗ്രി അറ്റ് നൈറ്റ് ആണ്. ഫോസ്ഫറസ്, സോർണം, സിന ഇതൊക്കെ ഹംഗ്രി അറ്റ് നൈറ്റ് ആണ്. പിന്നെ ജനറാലിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് റെമഡിയാണ്. സിംറ്റംസ് ഗോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അഗ്രിവേഷൻ 4 to 8 PM ആണ്. അഗ്രിവേഷൻ മോർണിംഗ് ഓൺ ബേക്കിംഗ് ആണ്. അമൽറേഷൻ ഓപ്പൺ എയർ ആണ്. അഗ്രിവേഷൻ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അഗ്രിവേഷൻ ആണ്. ഉടനെ തലവേദനയൊക്കെ വരും. പിന്നെ ഇമാജിനേഷൻ ഓഫ് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡിയാണ് അവർക്കുള്ളത്. ഇത്രയാണ്. പിന്നെ അവര് ഹി മസ്റ്റ് അച്ചീവ് സംതിങ് ഹയർ ഇൻ ഓർഡർ ടു ബി ലൗഡ്. സ്നേഹം കിട്ടാൻ വേണ്ടി വീട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യ പറയും, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ അച്ചീവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടും. ശരിക്കും കഷ്ടപ്പെട്ട് ചെയ്യും, അച്ചീവ് ആകും. അങ്ങനെയാണ് അയാളുടെ ഒരു ക്യാരക്ടർ. അയാളല്ല പെണ്ണായാലും. അപ്പൊ റൈറ്റ് സൈഡ് കംപ്ലൈന്റ് വന്നാൽ, ലിവർ കംപ്ലൈന്റ് കൂടുതലും കാണുന്ന ലിവറിനെയൊക്കെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും. ഇതൊക്കെ കിഡ്നി സ്റ്റോൺസിനൊക്കെ ബെസ്റ്റ് റെമഡിയാണ്. തീരാറായോ? ഇനി വാസ്തു ദോഷോടെ ഒന്ന് പറയാം ഞാൻ ഒരു കാര്യം കൂടെ. അത് കണ്ട പോൾ ജോസഫ് ഡോക്ടർ നല്ല വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇത് എന്റെ പ്രഫുൽ വിജയ് സാർ പറഞ്ഞ കൺസെപ്റ്റ് കൂടെ പറയാം. ഇഫ് വി ഹാവ് വാസ്തു ദോഷ affects on people in that home can be correct with our remedy. നമ്മുടെ ഹോമിയോപ്പതിക് റെമഡി കൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ ഒക്കുമെന്നാണ്. തീർച്ചയായിട്ടും സാധിക്കും. Yes, we can reduce വാസ്തു ദോഷ വിത്ത് കറക്റ്റ് ഹോമിയോപ്പതിക് റെമഡി. വാസ്തു എന്ന് പറയുന്നത് എന്താണ്? എർത്താണ്, ഭൂമിയാണ്. There are 5 elements which have to match with the people. എല്ലാ മനുഷ്യർക്കും 5 elements കൊണ്ടാണ് ഹ്യൂമൻ ബീങ് അല്ല ജീവനുള്ള എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്ന 5 elements കൊണ്ടാണ്. അതിനെന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് അസുഖമുണ്ട്. അതില് 5 elements ഫയർ ആണ്. ഫയർ റെപ്രസെന്റ് ബോഡിയില്ല, നമ്മുടെ ശരീരത്തിനില്ല. ഫയർ എന്ന് പറയുന്നത് എൻസൈം ആണ്. എൻസൈം ആണ് നമ്മളെല്ലാം ദഹിപ്പിക്കുന്നത്. ഫയർ ആയിട്ടാണ്. അത് തീ ഉള്ളതുകൊണ്ടാണ് അത് ദഹിപ്പിക്കുന്നത്. വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, ലിംഫ് ആൻഡ് ഹോർമോൺസ് ആണ്.
ബ്ലഡ് ഒഴുകുന്നതല്ല, ലിംഫ്, ഹാർമോൺസ്. പിന്നെ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെയാണ് എർത്ത്. എയർ എന്ന് പറഞ്ഞാൽ അവർ ലങ്സ്. എയർ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും നൈട്രജനും എല്ലാം വരുന്നുണ്ട്. എയർ അവർ ലങ്സ്. ഈതർ എന്ന് പറഞ്ഞാൽ സ്പേസിലുള്ളതാണ്, ഡാർക്ക് എനർജിയാണ്. എനർജി ഈസ് അവർ മൈൻഡ്. മാൻ ഈസ് മേഡ് അപ്പ് ഓഫ് 5 elements ആണ്. ദാറ്റ് ഈസ് പഞ്ചതത്വ. എനി എലമെന്റ് വിച്ച് ഈസ് ഇംപ്രോപ്പർ ഇൻ അവർ ബോഡി ക്യാൻ അഫക്ട് ദ മാൻ. അപ്പൊ എവിടെ ബാലൻസ് തെറ്റുന്നോ, ഈ 5 എലമെന്റിൽ എവിടെ ബാലൻസ് തെറ്റുന്നോ അത് അവർക്ക് ഡിസീസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഭൂമിശാസ്ത്രം ഒരു വാസ്തുശാസ്ത്ര ഈസ് എ സയൻസ് ആണ്. അതിന് ഉദാഹരണം പറയാം. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കന്നിമൂല എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ്. അതുകൊണ്ടാണ് ബോഡി അവിടെ ചയിക്കാൻ പറയുന്നത്. ബോഡി എന്ന് പറയുന്നത് അവിടെ ആയിരിക്കണം, ബോഡിയെ ചയിക്കേണ്ടത് അവിടെ ആയിരിക്കണം, കിടക്കേണ്ട അവിടെ ആയിരിക്കണം. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂണാണ്. നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ 3 എലമെന്റ് ആണ്. ദാറ്റ് ഈസ് എയർ എലമെന്റ് ആണ്, എയർ ആണ്, മൂണാണ്. അതുകൊണ്ടാണ് ഫുൾ മൂണും ന്യൂൺ മൂണും അടുക്കാറാകുമ്പോഴേ അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ട് എയർ എലമെന്റിനെ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും തണുപ്പ് ഉടനെ നമ്മളെ ബാധിക്കും. പിന്നെ നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ ജൂപ്പിറ്റർ ഓർ വാട്ടർ എലമെന്റ് ആണ്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിൽ എപ്പോഴും കിണർ കുഴിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ വെള്ളം. നോർത്ത് ഈസ്റ്റില് പുഴയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറയും. ആ വാസ്തു, ആ വീട്, ആ വാസഗ്രഹം നല്ലതാണെന്ന് പറയും, അല്ലെങ്കിൽ ആ പ്രദേശം നല്ലതാണെന്ന് പറയും. സൗത്ത് ഈസ്റ്റിലാണ് വീനസ് ഓർ ഫയർ എലമെന്റ് ഉള്ളത്. അതാണ് വീടിന് സൗത്ത് ഈസ്റ്റിലാണ് അടുക്കള വെക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം അവിടെ വീനസ് അല്ലെങ്കിൽ ഫയർ എലമെന്റ് ആണ് അവിടെ ഉള്ളത്. എല്ലാം ഇതൊക്കെ സയന്റിഫിക് ആണ്, ഫുൾ സയന്റിഫിക് ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സണ്ണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈതർ ഓർ എനർജി. അതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. വെസ്റ്റ് എന്ന് പറയുന്നത് സാറ്റേൺ ആണ്, രാഹു എന്നാണ് പറയുന്നത്. ഫോർ പ്ലാനറ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഡിസിപ്ലിൻ ആണ് വെസ്റ്റില്. സാറ്റേൺ പ്ലാനറ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഡിസിപ്ലിൻ. നോർത്ത് എന്ന് പറയുന്ന മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ അതും എനർജി തന്നെയാണ്, മെർക്കുറി എനർജി. സൗത്ത് ഈസ് മാർസ്, ദാറ്റ് ഈസ് മൈൻഡ് ഓർ എനർജി തന്നെയാണ്. എല്ലാം എനർജി. ബാക്കി 3 എനർജിയാണ്. സാറ്റേൺ മാത്രമാണ് നമുക്ക് രാഹു വരുന്നത്, പ്ലാനറ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഡിസിപ്ലിൻ വരുന്നത്. അതുകൊണ്ട് വാസ്തുശാസ്ത്രം എപ്പോഴും ഇലക്ട്രോൺ ബേസ്ഡ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ കാരണം ഇലക്ട്രോൺ ബേസ്ഡ് എന്ന് പറയാൻ കാരണം അത് സ്ഥൂല ശരീരമാണ്, ദാറ്റ് ഈസ് ഗ്രോസ് ബോഡി, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വാസ്തു എന്ന് പറയുന്ന എർത്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേസമയം ഹോമിയോപ്പതി ഈസ് പോസിട്രോൺ ബേസ്ഡ് ആണ്. കാരണം മൈൻഡ് ഓർ സൂക്ഷ്മ ശരീരമാണ്, അല്ലെങ്കിൽ സെറ്റിൽഡ് ബോഡിയാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരം മൈൻഡിനെ നമുക്ക് കാണാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഡൈനാമിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ മൈൻഡിൽ ആക്ട് ചെയ്യുന്നു നമ്മൾ പറയുന്നതിന് കാരണം അത് സൂക്ഷ്മ ശരീരം നമുക്ക് കാണാനൊക്കത്തില്ല, നമ്മുടെ അനുഭവിച്ചാണ് അറിയുന്നത്. സെറ്റിൽഡ് ബോഡിയാണ്. അപ്പൊ ഹോമിയോപ്പതിക്ക് റെമഡി വി ആർ പ്രിസ്ക്രൈബിങ് ഓൺ ദ ബേസിസ് ഓഫ് സൂക്ഷ്മ ശരീരം ആസ് വെൽ ആസ് സ്ഥൂല ശരീരം വെച്ചാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരം നോക്കും, സ്ഥൂല ശരീരം നോക്കും, അതിന്റെ ഗ്രോസ് ബോഡിയെ നോക്കും, മൈൻഡിനെ നോക്കും. ഓൺ ദ ബേസിസ് ഓഫ് പോസിട്രോൺ എനർജി നമ്മൾ കൊടുക്കും. വിത്ത് കറക്റ്റ് പോസിട്രോൺ എനർജി ആണെങ്കിൽ വാസ്തുദോഷ ക്യാൻ ബി ടേൺ ഇൻ ടു ലെസർ സഫറിങ് ഓൺ ദ ബേസിസ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മിനിമം കൊടുത്തു കഴിഞ്ഞാൽ. അതാണ് ഞാൻ 2 കേസ് പറഞ്ഞത്. അപ്പൊ സമയമായില്ലേ? ഡോക്ടറെ 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റേ ഉള്ളൂ. തീർന്നു. അപ്പൊ നമുക്കിനി ക്ലാസ്സിന്റെ കമന്റുകൾ കുറച്ച് 5 മിനിറ്റ് ഉണ്ട്. എന്തായാലും എന്താ സോമൻ ഡോക്ടർ തകർത്തു, നല്ല ക്ലാസ് ആയിരുന്നു. വാസ്തു വരെ പഠിക്കും, വാസ്തു വരെ ചർച്ചയില് ക്ലാസ്സിൽ വന്നു. എന്തായാലും വാസ്തുവും ഹോമിയോപ്പതിയായിട്ടുള്ള ബന്ധം ഇന്നപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. അതാണ് പ്രകൃതിയും നമ്മളും ഭയങ്കര കോറിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് 2 സുഖപ്പെടുത്തിയ കഥ. അതില് ഈ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരണം. 5 മിനിറ്റേ ഉള്ളൂ. അവസാനമാകുമ്പോൾ പിന്നെ നമുക്ക് തിരക്കാവും. നേരത്തെ വന്നാൽ വളരെ ഉപകാരമായിരിക്കും.
എനിക്കൊരു സംശയമുള്ളത് ഡോക്ടർ, ഈ 2 കേസിലും ഓരോ വിസിറ്റുകൾ, ഒരു രണ്ടാമത്തെ കേസിൽ ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ വിസിറ്റ് 3 മാസത്തിന് ശേഷവും. 3 മാസത്തിന് ശേഷമാണ്. 3 ഇല്ല. മാസത്തേക്ക് ഞാൻ പഠിച്ച അരയോൺസ് കൊച്ചുകുട്ടിയല്ലേ, അരയോൺസ് പിൽസ് കൊടുത്തപ്പോഴത്തേക്ക് 2 വീതം 2 നേരം വെച്ച്. പിന്നെ അപ്പൊ മറ്റേ ഗുളിക കൊടുത്തില്ല, പിൽസ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ അത് അതിൽ എന്റെ 2 സംശയം ഡോക്ടർ കൊടുത്തതാണോ അതെ അവര് പിന്നെ വന്നോളൂ എന്നുള്ളതായിരുന്നു. അപ്പൊ മരുന്ന് അങ്ങനെ അല്ലല്ല, കൊടുത്തതാ? ഞാൻ അത്ര കൊടുത്തോളൂ. അപ്പൊ അവര് 3 മാസം കഴിഞ്ഞാണ് അവരെ ഗുളിക തീർന്നത്. അപ്പൊ അവര് പരിശോധിച്ചിട്ട് കൂടെ വന്നു. അത്രയും ലോങ് പീരീഡിൽ മരുന്ന് കൊടുക്കും. അതറിയാം. അതാ ഒരു സംശയം. അപ്പൊ ഇതുപോലെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ, അല്ലെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നോ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ. ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാം. സൂപ്പർ സെഷൻ എന്ന് ജയലളിത ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ ആരായാലും. ജയലളിത ഡോക്ടർക്ക് നേരിട്ട് വേണമെങ്കിൽ പറയാം, മറ്റു ഡോക്ടേഴ്സിനും ആർക്കായാലും നേരിട്ട് കമന്റ്സ് പറയാനുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടർ അൺമ്യൂട്ട് സംസാരിച്ചോളൂ. ഓക്കെ. ഡോക്ടറെ, ഈ വാസ്തുദോഷത്തിന് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏതാണെന്ന്? അത് നമുക്ക് ആ ഡിസീസ് അനുസരിച്ച് ഓരോ വ്യക്തിക്കും എന്താണ് ഡിസീസ് വരുന്നത്, അപ്പൊ അതനുസരിച്ചിട്ട് മെഡിസിൻ എടുക്കും. ഇപ്പൊ അവര് വാസ്തുദോഷത്തില് സൗത്ത് വെസ്റ്റില് അവര് കന്നിമൂലം എത്തിയിട്ട് അവിടെ കക്കൂസോ അങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ അവർക്ക് ആ തരത്തിലുള്ള ഡിസീസ് ആയിരിക്കും വരുന്നത്. കാരണം അവരുടെ ശരീരം സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അതിന് പകരം അപ്പൊ വേസ്റ്റ് ആണ് അവിടെ സൂക്ഷിക്കുന്നത്. അപ്പൊ വേസ്റ്റ് മെറ്റീരിയൽ എവിടെയാണ് വരുന്ന അവിടെ ആയിരിക്കും ഡിസീസ് വരുന്നത്. മനസ്സിലായ? കാരണം അവിടെ ശരീരം സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ അവിടെ എർത്താണ് അവിടെ ശരീരം സൂക്ഷിക്കേണ്ട സ്ഥലത്ത് അവിടെ വേസ്റ്റ് സൂക്ഷിച്ചപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് കളയുന്ന ഭാഗത്തിന് അസുഖം വരും. രക്തത്തിനെയോ കിഡ്നിയോ ശ്വാസകോശ സംബന്ധമായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും വരും ഡിസീസ്. അതുപോലെ ഇവിടെ സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ അവിടെ എന്താണ് ഇത് വരേണ്ടതാണ്, അടുക്കള വരേണ്ടതാണ്. അവിടെ അതിന് പകരം വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖം വരും. കാരണം അവിടെ ഫയർ എലമെന്റ് ആണ് കൂടുതലുള്ളത്. അതുപോലെ വാട്ടർ എലമെന്റ് ഉള്ളത് നോർത്ത് ഈസ്റ്റിലാണ് വാട്ടർ എലമെന്റ് ഉള്ളത്. അവിടെ വാട്ടർ എലമെന്റിന് പകരം അവിടെ കക്കൂസ് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഹോർമോൺ സംബന്ധമായ അസുഖവും ബ്ലഡ് സംബന്ധമായ അസുഖവും ലിംഫ് സംബന്ധമായ അസുഖവും വരും. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാം. ഈ പറഞ്ഞ ആട്ടോഇമ്മ്യൂൺ ഡിസീസസ് വരാം. എനിക്കൊരു സംശയമുള്ള, ഈ നോർത്ത് ഈസ്റ്റ് അല്ലേ അടുക്കള വരേണ്ടത്? അല്ലല്ല, സൗത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് എപ്പോഴും വെള്ളമാണ്, വെള്ളം. അല്ല, കിണർ അങ്ങനെയാണ് എങ്കിലും നോർത്ത് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് എപ്പോഴും അടുക്കള വരേണ്ടത് സൗത്ത് ഈസ്റ്റ് ആണ്. കാരണം ഫയർ എലമെന്റ് അവിടെയാണ് ഉള്ളത്. അപ്പൊ അവിടെ തീ കത്തിക്കിട്ട് നമ്മൾ വേവിക്കാനുള്ള ഇതാണ് സൗത്ത് ഈസ്റ്റിൽ വരേണ്ടത്. നോർത്ത് വെസ്റ്റിൽ വരുന്നത് എന്തായിരുന്നു ഞാൻ പറഞ്ഞ? നോർത്ത് വെസ്റ്റ് എയർ എലമെന്റ് 3 എയർ എലമെന്റ് എന്ന് എയർ എലമെന്റ് വരാതെ അവിടെ എയർ എലമെന്റ് ആ സ്ഥാനത്ത് നോർത്ത് വെസ്റ്റില് വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള കംപ്ലൈൻസ് ഉണ്ടാകും. എയർ എലമെന്റ് എന്ന് പറയുമ്പോ എയർ എന്ന് പറഞ്ഞാൽ ലങ്സ്. അതല്ല അവിടെ എയർ എലമെന്റ് എന്ന് പറയുമ്പോ ആ സ്ഥാനത്ത് എന്ത് റൂം വരണമെന്നുള്ള? അവിടെ വരേണ്ടത് നമ്മൾ എയർ വരുന്ന റൂം എന്ന് വെയിറ്റ് കുറഞ്ഞിരിക്കണം അവിടെ എപ്പോഴും. എയർ എലമെന്റ് ആകുമ്പോ പൊങ്ങി നിൽക്കുന്നതല്ലേ. അപ്പൊ അവിടെ വെയിറ്റ് ഉള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽ പോകുന്ന കക്കൂസിന്റെ കുഴികളൊന്നും അവിടെ എടുക്കരുത്. അപ്പൊ ഈ ഇതുപോലുള്ള അസുഖങ്ങൾ, ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും, ശ്വാസ തടസ്സം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. നോർത്ത് വെസ്റ്റിലാണ് എന്റെ അടുക്കള. നോർത്ത് വെസ്റ്റില് അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നോർത്ത് വെസ്റ്റില് എയർ എലമെന്റ് ആകുമ്പോ ഇതും വരും, ബ്രെയിൻ സംബന്ധമായ അസുഖവും വരാം.
എയർ എന്ന് പറയുന്ന എയർ ആസ് വെൽ ആസ് ഇതും വരാം. എന്താണ് ഫയർ എർത്ത് എലമെന്റ്. പക്ഷെ ഇത് പറയുന്നില്ല കേട്ടാ, ഈതറിനെ പറ്റി പറയുന്നില്ല. ഈതർ വരുന്നത് ഈസ്റ്റിലാണ്. ഈസ്റ്റില് എനർജിയാണ്. എനർജിയൊക്കെ പറയുന്നത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത് ആണ് എനർജി വരുന്നതെല്ലാം. മൈൻഡ് വരുന്നതെല്ലാം സൗത്തിലാണ്. സൗത്തിൽ മൈൻഡാണ് വരുന്നത് കേട്ടോ. മാർസ് മൈൻഡാണ് വരുന്നത്. അപ്പൊ മൈൻഡിന് എന്തെങ്കിലും അസുഖം സൗത്തില് ആ സൗത്ത് ഭാഗം നല്ലപോലെ കീപ്പ് ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് മൈൻഡിനെ ബാധിക്കുന്ന ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഈ എപ്പിലെപ്സി മാതിരിയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ അത് നമ്മുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും. അതാണ് കറക്റ്റ് റെമഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ദോഷം മാറ്റിയെടുക്കാം. നന്ദി. ശരി. അപ്പൊ കക്കൂസൊന്നും പൊളിക്കണ്ട. പൊളിക്കൊന്നും വേണ്ട. നമ്മൾ കറക്റ്റ് ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുക്കുക. നമ്മൾ ഡൈനാമിക് മെഡിസിൻ കൊടുത്താൽ മതി. യെസ്. അപ്പൊ ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളെ സമയം പെട്ടെന്നാണ് പോയത്. സംശയം ചോദിച്ചു വരുമ്പോഴേക്കും 9:10 കഴിഞ്ഞു. മറിയാമ്മ ഡോക്ടറെ വേറെ ആരെയും അങ്ങനെ വിളിച്ചിട്ട് കാണുന്നില്ല. അതുകൊണ്ട് മറിയാമ്മ ഡോക്ടറെ നമുക്ക് അനിതാ സോമ ഡോക്ടർക്കുള്ള നന്ദിയൂടെ. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഈ വാസ്തുവിന്റെ കാര്യത്തിലും ഒക്കെ ഒരു സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്, ഈ രോഗങ്ങൾ ഇങ്ങനെ വരുന്നതും ഒക്കെ നല്ലൊരു ക്ലാസ് ആയിട്ടാണ് ഡോക്ടർ നമുക്ക് തന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ഇനിയും ഡോക്ടർ വരണം. ഇന്നത്തെ ഈ ദിവസം എടുത്ത ഈ ക്ലാസ്സിൽ ഇത്രയും നല്ല അറിവുകൾ പകർന്നു തന്ന്, അതുപോലെ അലൂമിന ലൈക്കോപോഡിയം 2 മെഡിസിന്റെ മൈൻഡ് നല്ല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന അനിതാ സോമൻ ഡോക്ടർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം ഒരു നന്ദി പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കാൻ സമയമായി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർ ഇനിയും ഇതുപോലുള്ള എന്താണ് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിൽ എത്തണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.